Hi, hello, good evening everyone. Good evening അല്ല ഗുഡ് നൈറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇന്ന് കോമ്പി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. സോ ആരൊക്കെയാണുള്ളത്? ജസ്റ്റ് എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞേടാ നോക്കട്ടെ. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ക്ലാസ് ഫോർ ടുഡേ. ആരൊക്കെയാണുള്ളത്? ഉള്ളവരൊക്കെ ജസ്റ്റ് ഒരു അറ്റൻഡൻസ് തന്നെ നോക്കട്ടെ, ആരൊക്കെയാണുള്ളത് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. ആസ് ഐ ഓൾറെഡി സെറ്റ്, കുറച്ച് പേഴ്സണൽ റീസൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ബട്ട് സ്റ്റിൽ വി ആർ സ്റ്റാർട്ടിങ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിൽ പറയുക, എന്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വന്ന് ചെക്കൗട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. എല്ലാവരോടും നോക്കാൻ പറയണേ, ജസ്റ്റ് ഒന്ന് നോക്കാൻ പറയാം കേട്ടോ. എല്ലാവരും നോക്കണം. ഹായ് കുറേ പേര് ഹായ് ഇടുന്നുണ്ടല്ലോ. Okay, so hi everyone. ഹലോ, ഞാൻ ലൈവ് രാവിലെ കാണാം, റെക്കോർഡ് ചെയ്താലും ഉണ്ട്. ഓക്കെ, ഫൈൻ. സോ ഹായ്. സോ റയാൻ ഈസ് സെയിങ് ഹാപ്പി ബർത്ത്ഡേ. ഓ, താങ്ക് യു സോ മച്ച് റയാൻ, താങ്ക് യു. സോ അതായിരുന്നു ചെറിയൊരു റീസൺ. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒന്ന്. സോ ഫ്രണ്ട്സിനെല്ലാവർക്കും കുറച്ച് ബർത്ത്ഡേ അല്ലേ, സോ ഐ ഹാവ് ടു ഗിവ് ദം സംതിങ്. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി, അങ്ങനെ ടൈം വൈകിയതാണ്. ഓക്കെ, ഇറ്റ് വാസ് ടോട്ടലി മൈ സൈഡ്. ഞാൻ ആക്ച്വലി ഒരു 10 ആകുമ്പോഴേക്കും എത്തുന്ന വിചാരിച്ചത്, പക്ഷെ അപ്പോഴേക്കുമാണ് തിങ്സ് ഡസൻ ഗോ ദ വേ യു പ്ലാൻഡ്. അപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീലക്ഷ്മി, ഡാലിയ, എവ്രി വൺ ഇസ് സെയിങ് ഹാപ്പി ബർത്ത്ഡേ. സോ താങ്ക് യു സോ മച്ച്. ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ക്ലാസ് ടുഡേ. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണോടാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. സോ നമ്മുടെ ആ ഒരു സീക്വൻസിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എടുത്തു. അത് കഴിഞ്ഞ് വി ലേൺ സംതിങ് അബൌട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതെല്ലാം കഴിഞ്ഞ് നൗ വി ആർ അറ്റ് ദി എൻഡ് സ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്നൊക്കെ ആരൊക്കെയൊക്കെയോ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് വെച്ചാൽ ആ ഒരു ചാപ്റ്റർ, വിച്ച് ഇസ് ദാറ്റ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി, റൈറ്റ്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ കുറേ പേര് ഹാപ്പി ബർത്ത്ഡേ ഇടുന്നത് എല്ലാവരും കാണുന്നുണ്ട്. ഗൗതം, കൃഷ്ണ, നന്ദന, ഹാപ്പി ബർത്ത്ഡേ ഫേവറേറ്റ്സ്. ഓ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എല്ലാം കാണുന്നുണ്ട്. ഐ എം ജസ്റ്റ് സീയിങ് എവ്രി വൺ. ഓക്കെ, സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ്. എഗെയിൻ ഞാൻ പറഞ്ഞാൽ ഒരു 2 hour ഓഫ് ടൈം, ഗിവ് മീ ദ 2 hour ഓഫ് ടൈം. എങ്ങനെയാണോ നമ്മൾ ഇലക്ട്രിക് ചാർജസ് സെറ്റാക്കിയത്, എങ്ങനെയാണോ നമ്മൾ പൊട്ടൻഷ്യൽ സെറ്റാക്കിയത്, അതേപോലെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നൈറ്റ് 10:30 ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഐ തിങ്ക് ദീസ് വേർഡ്സ് വുഡ് ഡെഫിനറ്റ്ലി ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു വേർഡ്സ് ആണിത്. സോ വാട്ട് ഇസ് ദിസ്? സി, സ്റ്റഡി വൈൽ അതേഴ്സ് ആർ സ്ലീപ്പിംഗ്, വർക്ക് വൈൽ അതേഴ്സ് ആർ laughing, പ്രിപ്പയർ വൈൽ അതേഴ്സ് ആർ പ്ലേയിങ്, ആൻഡ് യു വിൽ എൻജോയ് വൈൽ അതേഴ്സ് ആർ റിഗ്രറ്റിംഗ്. ഇത് ഞാൻ ഇടാനൊരു സ്പെഷ്യൽ കാരണമുണ്ട്. ഇതെന്താ ഇടാൻ കാരണം? ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലേ, നമ്മളെല്ലാവരും ബാക്കി കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊക്കെ കളഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുകയാണ്. യു ആർ ജസ്റ്റ്, ഒരുപാട് പേര് പറയും നീ നിൻ്റെ നല്ല കാലം പുസ്തകത്തിന് മുന്നിൽ തീർക്കുകയാണെന്നൊക്കെ. കുറച്ച് ആൾക്കാരെങ്കിലും, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എങ്കിലും നിങ്ങളോട് പറയാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണിത് അല്ലേ. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ബാക്കിയുള്ളവർ വെറുതെ ഇരുന്ന് അവർ ടൈം കളയുമ്പോൾ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം അല്ലേ. നിങ്ങളിപ്പോൾ പഠിക്കുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നതാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കുകയാണ് അല്ലേ. യു ആർ ജസ്റ്റ് സ്റ്റഡിങ് യുവർ ബെസ്റ്റ്, യു ആർ ജസ്റ്റ് ഗിവിങ് യുവർ ബെസ്റ്റ്, ആൻഡ് ഡെഫിനറ്റ്ലി ജസ്റ്റ് ബിലീവ് മീ, ദിസ് ഓൾ വിൽ പേ ഓഫ്. ഓക്കെ ആണല്ലോ? സോ അതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. സോ വിത്തൗട്ട് എനി ഫെർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ചാപ്റ്റർ. സോ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം കറണ്ട്, റൈറ്റ്. സോ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, നമുക്കറിയാം വാട്ട് ഇസ് ഇറ്റ്. സോറി, 1 second. ഓക്കെ, സോ വി നോ സംതിങ്. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഇലക്ട്രോണിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്.
നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു സെക്ഷൻ, ഇപ്പം നീ ഒരു കണ്ടക്ടർ എടുത്ത് അത് മുറിച്ച് നോക്കി അതിലൂടെ നോക്കുകയാണ്, അതിൽ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺ പാസ് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് നീ കറണ്ട് എന്ന് വിളിക്കുന്നത്. ശരിയാണല്ലോ അതെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ? അതായത് ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് പറയുക? കറണ്ടിൻ്റെ ഡയറക്ഷൻ അസൈൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇലക്ട്രോൺ പോകുന്നത് ഇങ്ങോട്ടാണ് അല്ലേ? അങ്ങനെ ആയതുകൊണ്ട് എന്ത് പറ്റും? ഇവിടെ പറഞ്ഞ് അങ്ങനെ ആയതുകൊണ്ട് എന്ത് പറ്റും? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ ആണല്ലോ? സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ചെറിയൊരു പോയിൻ്റാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളിട്ട ബർത്ത്ഡേ വിഷ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഓക്കെ ആണല്ലോ? സോ ഞാൻ കുറച്ച് പഠിപ്പിച്ച് കഴിയുമ്പോൾ മടുക്കുമ്പോൾ നമ്മളതൊക്കെ സംസാരിക്കാം, ബർത്ത്ഡേൻ്റെ കാര്യമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സോ അതെന്തായാലും പറയാം, നമുക്ക് എന്തായാലും ഒരു പേസ് കിട്ടണ്ടേ. കുറച്ച് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ട് വിൽ സ്പീക്ക് എവറിത്തിങ് കേട്ടോ. നിങ്ങളെല്ലാവരെയും വിഷ് കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഓക്കെ ആണല്ലോ? ഐ എം ജസ്റ്റ് ഫീലിംഗ് സോ ഹാപ്പി ടുഡേ. ഇപ്പോൾ ഒരുപാട് വിഷസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രം മൈ ജൂനിയേഴ്സ് എല്ലാവരും, ബട്ട് ദിസ് ഫീൽ സോ സ്പെഷ്യൽ കേട്ടോ. കാരണം ഒരു തവണ നേരിട്ട് കാണുക പോലും ചെയ്യാതെ നിങ്ങൾ യു ആർ ജസ്റ്റ് giving that much of care, that much of attention, and that means a lot actually. Okay, so ഇലക്ട്രിക് കറണ്ട് ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് കറണ്ടിനെ പറഞ്ഞു എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു, കറണ്ട് ഇസ് ഈക്വൽ ടു Q/T. അതും നമുക്കറിയാം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഇസ് ബേസിക്കലി എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കറണ്ട് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് തന്നെ, ഐ മീൻ നിങ്ങളുടെ ഡയമെൻഷൻ അത് ഒരു ലെറ്റർ തന്നെയാണ്, A⁻1. ഓക്കെ ആണല്ലോ? അതൊക്കെ അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ നമുക്കറിയാം ആംപിയർ ആണ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ദ SI യൂണിറ്റ് ഓഫ് ദ കറണ്ട് ഇസ് ആംപിയർ. ഓക്കെ ആണല്ലോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. ദ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഇസ് ആംപിയർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ആംപിയർ? പറഞ്ഞടാ, ഒരു ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചേ, ഒരു ക്രോസ് സെക്ഷൻ ഓഫ് വയറിലൂടെ ഒരു സെക്കൻഡിൽ 1 കുളം ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരു ആംപിയർ ആവണമെങ്കിൽ 1 കുളം ചാർജ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു 1 കുളം ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദാറ്റ്സ് നോൺ ആസ് 1 ആംപിയർ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അതവിടെ നിൽക്കട്ടെ. നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ? സോ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താടാ? ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള, ഇപ്പം സാധാ ഡെൻസിറ്റി ആണെങ്കിൽ മാസ് അല്ലേ? കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര കറണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി നമ്മൾ ഏത് ലെറ്റർ വെച്ചാൽ ഡിനോട്ട് ചെയ്യുക? ദാറ്റ് ഇസ് J അല്ലേ? നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് J എന്നൊരു ലെറ്റർ വെച്ചാണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ? ഫൈൻ. So J is equal to di/dA into n cap. ഓക്കെ ആണല്ലോ? where n cap is the vector. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, സർ എൻ്റെ ഡയറക്ഷൻ എന്താണ്? ഏരിയ വെക്ടർ ആണോ? അതെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ, അതിനെയാണ് നമ്മൾ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ നമ്മൾ അങ്ങനെ എഴുതും. ഇതിന് വേറെ ഫോം കൂടെ ഉണ്ട്, അത് J is equal to di/dA cos theta എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. സോ J is equal to di/dA cos theta. ഓക്കെ ആണല്ലോ? സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അവിടെ കഴിഞ്ഞു. ഇനി അറിയേണ്ടത് വാട്ട് ഡു യു മീൻ ബൈ തെർമൽ സ്പീഡ്. ഓക്കെ ആണല്ലോ? തെർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ഒരു കറണ്ട് ബേസിക്കലി മീൻസ് വാട്ട്? ഇറ്റ്സ് ബേസിക്കലി ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഇലക്ട്രോൺസ് വളരെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ നീങ്ങുന്ന, ഇപ്പോൾ ഒരു 3 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ നീങ്ങുന്ന സ്പീഡ് U1, അടുത്തത് U2, അടുത്തത് U3, അങ്ങനെ ഒരു 4-5 ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ആവറേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമൽ സ്പീഡ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? ദാറ്റ് ഇസ് നോൺ ആസ് തെർമൽ സ്പീഡ്. ഓക്കെ ആണല്ലോ? ആ തെർമൽ സ്പീഡ് 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് 1 ലൈനർ, അതായത് തിയറിക്ക് ചോദിക്കാവുന്ന NCERTയിൽ ഹൈലൈറ്റഡ് ആയി കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസിന് അത് സാറോട് എഴുതി തരാം. നിങ്ങൾ കാണാപ്പാടം പഠിക്കുക കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ആവറേജ്, എല്ലാവരും ശ്രദ്ധിക്കുക, 1 മിനിറ്റ്. ആവറേജ് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആവറേജ് തെർമൽ വെലോസിറ്റി 0. എന്നാൽ ആവറേജ് തെർമൽ സ്പീഡ് നോൺ 0 ആണ്.
ആവറേജ് തെർമൽ സ്പീഡ് നോൺ സീറോ ആണ്. മക്കളെ ഇത് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് പോസിബിളി ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടും. എന്താണ്? ഒരു കറണ്ട് ഫ്ലോ ആണെങ്കിൽ ദ ആവറേജ് തെർമൽ വെലോസിറ്റി ഈസ് സീറോ ആൻഡ് ആവറേജ് തെർമൽ സ്പീഡ് ഈസ് നോൺ സീറോ കേട്ടോ. അതിലൊരു കൺഫ്യൂഷൻ വേണ്ട, ഇപ്പം തന്നെ ഓർത്ത് വെച്ചോ. വെലോസിറ്റി സീറോ കാരണം എന്താ? ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നിടിച്ചു, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നിടിച്ചു, രണ്ട് വെലോസിറ്റിയും ക്യാൻസൽ ആയി പോയി. ഓക്കെ ആണല്ലോ. പക്ഷേ സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അതൊരിക്കലും ക്യാൻസൽ ചെയ്യില്ല. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ തെർമൽ സ്പീഡിനെ കുറിച്ചുകൂടെ പറഞ്ഞു. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് തിങ് വിച്ച് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ. അത് ബേസ് ചെയ്ത് ഞാൻ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ എടുത്ത് പറഞ്ഞ കാര്യമാണ്, അത് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒന്ന് കണ്ടക്ടേഴ്സ്. എന്താ കണ്ടക്ടേഴ്സ്? ഞാൻ പറഞ്ഞു കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ ഈസിലി ഞാൻ പറഞ്ഞു കറണ്ട് ഇസ് ബേസിക്കലി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ നീങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതിലത്തെ ഇലക്ട്രോൺസ് ഫ്രീ ആയിരിക്കണം. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താവണം? അതിൽ ഇലക്ട്രോൺസ് എല്ലാം ലൂസ്ലി ബൗണ്ട് ആയിരിക്കണം. എന്തായിരിക്കണം അത്? ഇറ്റ് ഷുഡ് ബി ലൂസ്ലി ബൗണ്ട്. ശരിയാണല്ലോ, ഇറ്റ് ഷുഡ് ബി ലൂസ്ലി ബൗണ്ട്. ലൂസ്ലി ബൗണ്ട് ആണെങ്കിൽ എന്താ? ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ദൂരെയുള്ള കുട്ടീനെ കിട്ടൂല അല്ലേ, ആ കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹിയർ ദ കണ്ടക്ടർ ദി ഇലക്ട്രോൺസ് ആർ ലൂസ്ലി ബൗണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിനെ കിട്ടൂല, അവരൊക്കെ നല്ല അടുക്കും ചുറ്റോടുള്ള കുട്ടികളാണ്. ദാറ്റ് ബേസിക്കലി മീൻസ് ഇറ്റ് ഇസ് ടൈറ്റ്ലി ബൗണ്ട്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഇസ് ടൈറ്റ്ലി ബൗണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസുലേറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിലെ കണ്ടക്ടിവിറ്റി എങ്ങനെ പറയാം? ഇറ്റ് ഇസ് ടൈറ്റ്ലി ബൗണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി സെമി കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞു ലോ ടെമ്പറേച്ചറിൽ അവരൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അറ്റ് ലോ ടെമ്പറേച്ചർ ദേ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻസ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ ദേ കണ്ടക്ട്സ്. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, വളരെ ബേസിക് ആണ് കേട്ടോ. നമ്മൾ ചാപ്റ്റർ പറയുമ്പോൾ എല്ലാം പറയണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും സ്ഥിരമായിട്ട് പഠിപ്പിക്കാത്തൊരു ടോപ്പിക്കാണ്. ഞാൻ അതിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകും കേട്ടോ, കാരണം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ബിഹേവിയർ ഓഫ് കണ്ടക്ടർ ഇൻ ആബ്സെൻസ് ഓഫ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മുടെ ഒരു കണ്ടക്ടറാണ്. നമ്മളെപ്പോഴും ഈ കണ്ടക്ടർ വരയ്ക്കുന്നത് ഇങ്ങനെ ഒരു ബാറ്ററി എപ്പോഴും കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെയാണ് എപ്പോഴും കണ്ടക്ടറിനെ കാണാറ്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആ ഒരു കണ്ടക്ടറിൽ നമ്മൾ എപ്പോഴും കറണ്ട് കൊടുക്കുമോ? ഇല്ല. നമ്മളങ്ങനെ കറണ്ട് കുത്താണ്ട് ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും. ഇതിൽ റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടിക്കളയും, കാരണം കണ്ടക്ടറാണ്. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് RMS വെലോസിറ്റി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ RMS വെലോസിറ്റി കാരണം ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ. അത് 12mv RMS² ആണ്. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? 3/2 kT, where k is the ബോൾസ്മാൻ കോൺസ്റ്റൻറ്റോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കണ്ടക്ടർ ഒരു അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി വിൽ ബി ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു തവണ ജിപ്മർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദി ഓർഡർ, എത്ര റേഞ്ചിലാണ് RMS വെലോസിറ്റി ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു വാല്യൂ മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. NCERT കൊടുത്ത വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും സാറ് പുറത്തുനിന്ന് എടുക്കുന്നതല്ല. നിങ്ങൾ NCERT എടുക്കുകയാണെങ്കിൽ NCERT മെൻഷൻ ചെയ്ത വാല്യൂസ്, അതായത് ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൺസെപ്റ്റും കിട്ടണം. NCERT നിങ്ങൾക്ക് വേണ്ട എൻറ്റയർ തിയറി സാർ ഇതിൽ എഴുതി, ആ സെൻറ്റൻസസ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമല്ല, ദിസ് ഓൾ ആർ റിക്വയർഡ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ടെമ്പറേച്ചർ 300 Kelvin ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ ഒരു RMS NCERT പറയുന്നത് അറൗണ്ട് 10⁵ മീറ്റർ/സെക്കൻഡിലായിരിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. 10⁵ മീറ്റർ/സെക്കൻഡ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, കാരണം മക്കളെ ഇതൊക്കെ നിങ്ങൾ വായിച്ചെത്താൻ ബുദ്ധിമുട്ടാവും. സാറിന് വേറെ പണിയില്ലാത്തതുകൊണ്ട് സാറ് വായിച്ച് നിങ്ങൾക്ക് തരുന്നു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിൽ നിന്നൊന്ന് മോഡിഫൈ ചെയ്ത് ചെറിയൊരു ഇക്വേഷൻ കൂടെ പറയാം. VRMSനൊരു ഇക്വേഷൻ കൂടെ നിങ്ങൾ അറിയണം. VRMS is equal to √3 kT/m. ഓക്കെ ആണല്ലോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞ് ഒരു ഇലക്ട്രോൺ വേറൊരു ഇലക്ട്രോണിനെ കൂട്ടിയിടിക്കുന്നതിന് മുന്നേ അത് ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോൺ
ഒരു കൂട്ടിപിടി കഴിഞ്ഞാൽ അപ്പം തന്നെ കൂട്ടിയിടിക്കാം, വേറെ ആൾ കുറച്ച് ദൂരം പോയിട്ട് കൂട്ടിയിടിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ആവറേജ് ആണ് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലാംഡ. അപ്പോൾ ലാംഡ എന്നൊരു ലെറ്റർ വെച്ചാണ് നമ്മൾ മീൻ ഫ്രീ പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. ഓക്കെ ആണല്ലോ. ഈ ഒരു മീൻ ഫ്രീ പാത്ത് NCERT പറയുന്നത് അറൗണ്ട് 10 ആങ്സ്ട്രം റേഞ്ചിലാണ് മെറ്റൽസിൽ ഉണ്ടാവുക എന്നാണ് കേട്ടോ. 10 ആങ്സ്ട്രം റേഞ്ചിൽ മെറ്റൽസിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് സോൾവ് ഫ്രം ഇതൊക്കെ ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് NCERT പോയിന്റ്സ് അവർ തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി വാല്യൂസ് കുറേയൊക്കെ ഓർത്തിക്കാൻ ശ്രമിച്ചു, ബട്ട് കുറച്ചൊക്കെ മറന്നുപോയി. സോ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഐ ജസ്റ്റ് റൂട്ട് ഇറ്റ് ബിക്കോസ് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരണം. കാരണം നിങ്ങൾ ഒരു പോയിന്റ് മിസ്സാവരുത്, കാരണം ഇനി അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത്. ഇനി റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടി കഴിഞ്ഞിട്ട് അടുത്ത ഇടിക്ക് മുന്നേ അതിന് കിട്ടുന്ന സമയം എത്ര. ഒന്ന് ദിസ് വാസ് ഡിസ്റ്റൻസ് അല്ലേ, ഇത് ഒരു ഇടി കഴിഞ്ഞ് അടുത്ത ഇടിക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഇടി കഴിഞ്ഞ് അടുത്ത ഇടി വരെയുള്ള അതിൻ്റെ സമയമാണ്. എത്രയോ സമയം റിലാക്സ് ചെയ്യും അല്ലേ. അത് നമ്മൾ ടോ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ടോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ബിറ്റ്വീൻ 2 കൊളീഷൻ ഫോർ ഓൾ ഫ്രീ ഇലക്ട്രോൺസ്, എല്ലാ ഇലക്ട്രോണും കൊടുക്കണം, ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. ഈ ഒരു റിലാക്സേഷൻ ടൈമിൻ്റെ ഒരു ഓർഡർ പറയുന്നത് 10⁻⁻14 സെക്കൻഡ് ഇൻ മെറ്റൽസ് എന്നാണ് NCERT പറയുന്നത് കേട്ടോ. ടോ ഇസ് ഈക്വൽ ടു 10⁻⁻14 സെക്കൻഡ്സിൻ്റെ റേഞ്ചിലുണ്ടെന്നാണ് NCERT പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ NCERTയിലെ വാല്യൂസ് തന്നെ നിങ്ങൾക്ക് എടുത്തു തരികയാണ്. ഓക്കെ, അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് ബിഹേവിയർ ഓഫ് എ കണ്ടക്ടർ ഇൻ പ്രസൻസ് ഓഫ് എൻ അപ്ലൈഡ്. ഇപ്പം നമ്മൾ കറണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫോഴ്സ്, ഒരു ഇലക്ട്രിക് ഫോഴ്സ് കിട്ടുകയാണ് അല്ലേ. സോ നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു, ഒരു ഫോഴ്സ് കിട്ടി. ആ ഫോഴ്സ് ആണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ്. അത് QE ആണ്. ഇവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ E ആയതുകൊണ്ട് സോ ഇറ്റ് ഈസ് -EE ബൈ സ്മോൾ ലെറ്റർ m, വേർ m ഈസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ. സോ ഒരു അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണെങ്കിൽ അവിടെ എന്ത് പറ്റും, അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് -EE ബൈ m ആണ്. എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്തേ മക്കളെ? ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് പറ്റുക, ഇലക്ട്രോൺ മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞതാണ്, മറന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ പോവും, ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോവുക. ഓക്കെ ആണല്ലോ. യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഞാൻ മനഃപൂർവ്വം ചെറിയൊരു സ്പീഡ് എടുക്കുന്നതാണ്, വേറെ ഒന്നിനുമല്ല. ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ലോങ് ചാപ്റ്റർ അല്ലേ, ഭയങ്കര വലിയ ചാപ്റ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ എൻറ്റയർ പോർഷൻസ് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു റിപ്പീറ്ററിന് കിട്ടുന്ന എല്ലാ ഇക്വേഷൻസും എല്ലാ കൺസെപ്റ്റും എഴുതിയില്ലെങ്കിൽ പോലും മൊത്തം പറഞ്ഞ് തീർക്കണം ഈ 2 മണിക്കൂർ കൊണ്ടെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സാർ ഒന്ന് റഷ് ചെയ്യുന്നത്. അതും വലിയ റഷിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് കാര്യം ഇക്വേഷൻ എഴുതി പോയി. ഓക്കെ, പക്ഷേ അത് അതുപോലെ റെസിസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ എത്തുമ്പോൾ, ലൈക്ക് നോഡൽ മെത്തേഡ്, സിമെട്രി മെത്തേഡൊക്കെ എത്തുമ്പോൾ സാർ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പറഞ്ഞുതരും. അല്ലാണ്ട് പെരിഫറലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കില്ല, പെട്ടെന്ന് പോകും. ഓക്കെ ആണല്ലോ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു അല്ലേ. ഇവിടെ നമ്മളൊരു VA/VB എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ആയി, അല്ല ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ആയി. ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിന് ഒരു ആക്സലറേഷൻ കിട്ടും. അത് കാരണം അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിക്കാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് സംഭവം 2 ഇടിക്കുമല്ലോ, ഒരു ഇലക്ട്രോൺ പോയിട്ട് അടുത്ത ഇലക്ട്രോൺ ഇടിക്കും. ആ ഇടിക്കുന്ന വെലോസിറ്റിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, ഡെറിവേഷൻ ഒന്നും എഴുതുന്നില്ല. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ VD എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് VD ഈസ് ഈക്വൽ ടു -EE ബൈ m ഇൻറ്റു ടോ. EE by m into tau. EE by m into tau. ഓക്കെ ആണല്ലോ. where tau is the relaxation time ട്ടോ. അത് ഓർത്തിരിക്കുക. again I got an NCERT point for you. NCERT പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ അല്ലെങ്കിൽ ഏത് റേഞ്ചിലാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ്
10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒരു NCERT വാല്യൂസ് 10⁻⁻⁴. ഓക്കെ, പേരൊക്കെ ജസ്റ്റ് ജയദേവൻ ആണ് ലാസ്റ്റ് നെയിം. ഇന്ന് തന്നെ തീർക്കുക ചാപ്റ്റർ, ഡെഫിനറ്റ്ലി ഇന്നത്തോടെ വി ആർ ഫിനിഷിംഗ് ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു പേസ് കീപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ സ്പീഡ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ, ഇസ് എവ്രി വൺ ഓക്കെ വിത്ത് സ്പീഡ്? അതുപോലെ തന്നെ ഉറക്കം വരുന്നുണ്ട്, ഐ എം സോറി കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ അത്രയും ഞാൻ മാക്സിമം ടൈമിൽ തന്നെ എത്താറില്ലാണെന്ന്. അത്രയും അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒരു ഹാഫ് ആൻ അവർ എടുത്തത്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ കോപ്പറേറ്റ് വിത്ത് മീ അല്ലേ. എൻ്റെ കൂടെ ഒരു 12:30 വരെ ഇരിക്കില്ലേ നിങ്ങൾ ഉറങ്ങിപ്പോകൂടാ. നിങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും, അതാണ് പ്രശ്നം. നിങ്ങൾ ഉറങ്ങും, അതോ യു വിൽ സിറ്റ് വിത്ത് അസ്, എൻ്റെ കൂടെ ഒരു 12:30 വരെ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. യെസ് സർ, ഓക്കെ, യെസ്, ഓക്കെ, ഇരിക്കാമെന്നൊന്ന് പറയണം കേട്ടോ. എനിക്കറിയില്ല ഏതിൻ്റെ എസ്സാണ് നിങ്ങൾ പറയുന്നതെന്ന്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഐ വിൽ സെറ്റ്. ഓക്കെ ആണല്ലോ, ഫുൾ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ, അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കഴിഞ്ഞു. ഇനിയുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, സോ എന്താണ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? സ്പീഡ് ഇത്തിരി കുറയ്ക്കുക, ഇരിക്കാം, ബട്ട് സ്പീഡ് ഇത്തിരി കുറയ്ക്കുക. ഓ ഡെഫിനറ്റ്ലി സ്പീഡ് കുറയ്ക്കാം കേട്ടോ. ഞാൻ സ്പീഡ് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ജസ്റ്റ് ഇക്വേഷൻസ് അല്ലേടാ. ഇക്വേഷൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതി പോകാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, സോ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഇതാണ് റിലേഷൻ. I ഈസ് ഈക്വൽ ടു NEAVD എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാറ് I ഈസ് ഈക്വൽ ടു നീ എവിടെ. സോ NEAVD, നീ എവിടെ. ഓക്കെ, സോ I ഈസ് ഈക്വൽ ടു NEAVD, വെർ VD ഈസ് ഈക്വൽ ടു -EE/m ഇൻറ്റു ടോ. ആൻഡ് ഐന് നമുക്ക് ആ ഒരു EE/m ഇൻറ്റു ടോ നമ്മൾ നേരെ VD കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കിട്ടും. I ഈസ് ഈക്വൽ ടു NE² AE/τ/m. ഓക്കെ ആണല്ലോ, ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് 3 ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷനിലൊന്നും ഞാൻ വെറുതെ ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ദി കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, സോ ഹൂ ഇസ് ദിസ്? പറഞ്ഞിട്ടത് ആരാ? ഇത് ക്രൂഡോക്കലാണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് കുട്ടികൾ എനിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡൗട്ട്സ് ഉണ്ട്, ഹൗ ടു ക്ലിയർ ഇറ്റ് ഓർ ഹൗ ടു കോൺടാക്ട് എന്ന് പറയുന്നത്. ഫോർ ദ ടൈം ബി യു ക്യാൻ കോൺടാക്ട് മീ വിയ ദി ഇൻസ്റ്റാഗ്രാം. അത് ഞാൻ എപ്പോഴും പറയുന്നവരാണ്, ബട്ട് സ്റ്റിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ID ഇൻക്ലൂഡ് ചെയ്തത്. ഇഫ് എനിബഡി നീഡ്സ് ടു കോൺടാക്ട് മീ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ ഇൻ ദിസ് ടൈറ്റിൽ ആൻഡ് വിൽ ബി സോ ഹാപ്പി ടു റെസ്പോണ്ട് കേട്ടോ. സോ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞ് ആരാണ് ഇയാളെന്നൊന്ന് പറഞ്ഞ് നോക്കട്ടെ. ഹൂ ഇസ് ദിസ് ഗൈ? അല്ലെങ്കിൽ ആരാണ്? എന്തായാലും ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ആരാണ് അത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കട്ടെ, ആരാണ് എന്ന് പറയണം. അപ്പോഴേക്കും ഞാൻ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു കണ്ടക്ടർ, ഇത് നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു കണ്ടക്ടർ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇങ്ങനെ ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതും. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് A1 ആൻഡ് ദിസ് ഇസ് A2 ആൻഡ് ദി ഏരിയ ഓഫ് A2 ഇസ് ഗ്രേറ്റർ ദാൻ A1 എന്നൂടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു നോട്ട് പോലെ എന്തെങ്കിലും എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, ഹിയർ J1 ഇസ് ഗ്രേറ്റർ ദാൻ J2. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ E1 ഇസ് ഗ്രേറ്റർ ദാൻ E2. അതുപോലെ തന്നെ VD1 വിൽ ബി ഗ്രേറ്റർ ദാൻ VD2 കേട്ടോ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, മറക്കരുത് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് വൺ തിങ്. പക്ഷേ I1 വിൽ ബി ഈക്വൽ ടു I2 കേട്ടോ. എത്ര കറണ്ടാണോ കയറുന്നത് അത്രയും കറണ്ട് തന്നെ ലീവ് ചെയ്യും. ദാറ്റ് ബേസിക്കലി മീൻസ് I1 ഇസ് ഈക്വൽ ടു I2. ബാക്കിയെല്ലാം ഈ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അടുത്തത് ഒരു ചെറിയൊരു കാര്യമാണ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ചാർജ് ശ്രദ്ധിക്കുക, ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് ഒരു സർക്കിളിൻ്റെ എഡ്ജിലാണ്. ഓക്കെ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സർക്കിളിൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഒരു റേഡിയസ് 6 ഉള്ള ഒരു പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π/v ആണ്. ഓക്കെ ആണല്ലോ, 2π/v. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, ഹിയർ ദ കറണ്ട് ഇസ് ഈക്വൽ ടു qv/2πr. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ആകെ തരിക ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് ഇത്ര ഈസ് റിവോൾവിങ് അറൗണ്ട് എ സർക്യൂട്ട് അറ്റ് വെലോസിറ്റി ഇന്നതാണ് ആൻഡ് റേഡിയസ് ഇതാണെങ്കിൽ കറണ്ട് എത്രയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയാണ് എടുക്കുക, കാരണം അതിൽ ടൈം തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഒന്നും ചെയ്യേണ്ട, qv/2πr കൊടുത്തു കഴിഞ്ഞാൽ
you will be getting the answer. Okay ആണല്ലോ. സോ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, സോ QV/2πr. ഓക്കെ ആണല്ലോ. ഫൈൻ. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് ദിസ് ഇസ് ദ ആൻസർ, ഓം. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ഓംസ് ലോ എന്ന് ഒരുപാട് തവണ പഠിച്ചിട്ടില്ലേടാ? ഓം എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിട്ടുണ്ടോ? സോ ദിസ് ഇസ് ഓം കേട്ടോ. ഇയാളെ പോലെയൊക്കെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ഐ ജസ്റ്റ് ഗോട്ട് എ കാരിക്കേച്ചർ ഓഫ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ എല്ലാവർക്കും ജസ്റ്റ് മനസ്സിലിങ്ങനെ വെക്കുക കേട്ടോ. അത് എക്സാമിന് ചോദിക്കുകയൊന്നുമില്ല, നിങ്ങൾക്ക് ഒരറിവിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ സോറി, ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വിട്ടുപോയി. എഗെയിൻ NCERTയിലുള്ളൊരു കാര്യമാണ്. NCERTയിൽ ഒരു ഭാഗത്ത് ഒരു സിസ്റ്റം അതുപോലെ തന്നെ അതിലെ കറണ്ട് കാരിയേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഒരു ബാർ മെറ്റൽ. ഓക്കെ, ഒരു മെറ്റൽ ബാർ. ഓക്കെ, ഒരു മെറ്റൽ ബാർ നമ്മൾ സാധാരണ കാണുന്ന സാധനം, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇലക്ട്രോൺസ് ആണ് ക്യാരി ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബാണ് മക്കളെ. ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബ്. ഒരു ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബിൽ ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പോസിറ്റീവ് അയോൺസും ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബിൽ ഇലക്ട്രോൺസും ഉണ്ടാവും, പോസിറ്റീവ് അയോൺസും ഉണ്ടാവും. അതുപോലെ ഇത് ശ്രദ്ധിച്ചോ, വോൾട്ടായിക് സെൽ. ഓക്കെ ആണല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. വോൾട്ടായിക് സെല്ലിലെ ക്യാരിയർ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് H+ and SO4 2-. ആൻസർ ഇസ് H+ and SO4 2-. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ലെഡ് അക്യുമുലേറ്റർ. ഞാൻ NCERTയിൽ അതേ വാക്കുകളാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് H+ and SO4 2-. സെയിം ഹിയർ. അടുത്തത് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഹോൾസും ആണ് കേട്ടോ. അതായത് ഇലക്ട്രോൺസ് ഇരുന്ന സ്ഥലമായിരുന്നു ഹോൾസ്, അവിടുന്ന് ഇലക്ട്രോൺ നീങ്ങുമ്പോൾ ഒരു വേക്കൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോൾസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് വൺ ഇസ് സൂപ്പർ കണ്ടക്ടർ കേട്ടോ. നെക്സ്റ്റ് ഇസ് ദ ലാസ്റ്റ് വൺ ഇസ് ദി സൂപ്പർ കണ്ടക്ടർ. ശ്രദ്ധിക്കുക, സൂപ്പർ കണ്ടക്ടറിൽ നിങ്ങൾ വിചാരിക്കും അതിൽ ഹോൾസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു, എന്നാൽ അല്ല. ഈവൻ ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ഇറ്റ് ഈസ് യുവർ ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. സോ ഇതിൽ പോയിന്റ്സ് ടു നോട്ട് ഇസ് യുവർ സൂപ്പർ കണ്ടക്ടർ, ലെഡ് അക്യുമുലേറ്റർ, വോൾട്ടായിക് സെൽ. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ ആണല്ലോ. സോ നിങ്ങളിത് ഒരിക്കലും മറക്കരുത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സർ ഒന്നുകൂടെ കാണിക്കൂ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി. ഓക്കേടാ, എടുത്തോ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലോർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വൺ തിങ്. ഓക്കെ, സോ അജിത് SK, ഹാപ്പി ബർത്ത്ഡേ ആകാശ് സർ. സോ ഐ ഹോപ്പ് അജിത് SK എന്നുള്ള നെയിം നിങ്ങൾക്ക് അത്ര ഓർമ്മയുണ്ടാവില്ല, ബട്ട് കെമിസ്ട്രി ഈസ് ആക്ച്വലി കെമിസ്ട്രി ഫാക്കൾട്ടി ആൻഡ് ഹിസ് ടീച്ചിങ് ഹിയർ ഓൾസോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഭാവിയിൽ പ്രോബ്ലി കുറച്ചടുത്ത് തന്നെ അവൻ്റെ കോമ്പി ക്ലാസ്സൊക്കെ കാണുന്നുണ്ടാവും. സോ ദാറ്റ്സ് ബേസിക്കലി ദാറ്റ് അജിത് SK കേട്ടോ. എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അജിത്. സോ he is there in the chat also. So hi Ajit. Okay, so great. So we are finishing that. Okay ആണല്ലോ. Fine. Now we are moving into the next thing which is Ohm's law. Okay ആണല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് it's about Ohm's law. അപ്പോൾ എന്താണ് Ohm's law പറഞ്ഞത്? നിങ്ങൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യം V=I എന്നുള്ളതായിരുന്നു Ohm's lawന് വേണ്ടി നിങ്ങൾ പഠിച്ച കാര്യം. ശരിയാണ്. ഒരു കണ്ടക്ടറിന് അക്രോസ് നീ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും കൂടും. അതിൽ സംശയം ഒന്നും വേണ്ട. ഓക്കെ ആണല്ലോ. എന്താ പറഞ്ഞത്? ഒരു കണ്ടക്ടറിലൂടെ അതായത് കണ്ടക്ടറിന് എക്രോസ് ആയിട്ടുള്ള അതിൻ്റെ കറണ്ട് നീ കൂട്ടുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അതിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കൂടും. അതുതന്നെയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, പ്രപ്പോർഷണാലിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് V=IR എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കൊടുത്തത്. ഓക്കെ ആണല്ലോ. സോ V=IR. ഓക്കെ, ഫൈൻ. സോ അതായത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത്, ബട്ട് ഇൻ 12th അല്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു എ നീറ്റ് ലെവൽ ദിസ് ഈസ് യുവർ ഓംസ് ലോ. എന്താണ്? J=σE എന്ന് പറയുന്നതാണ് എന്ത്? നിങ്ങളുടെ ഓംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വാട്ട് ഇസ് സിഗ്മ? പറഞ്ഞേടാ, വാട്ട് ഇസ് സിഗ്മ? സിഗ്മ എന്ന് പറയുന്നത് ഈസ് ദി കണ്ടക്ടിവിറ്റി. എന്താണ് സിഗ്മ എന്ന് പറയുന്നത്? സിഗ്മ ഈസ് ബേസിക്കലി യുവർ കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ. സോ സിഗ്മ എന്ന് നമ്മൾ പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ് കേട്ടോ. സിഗ്മ ഈസ് ബേസിക്കലി യുവർ കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ. സോ അതൊന്നും ഓർത്തിരിക്കുക, സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ കാര്യങ്ങളും വാട്ട് ഇസ് J= കേട്ടോ. ഈ ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം ഫോർ ദിസ് ചാപ്റ്റർ. J= NE²τ/m × E. ഓക്കെ ആണല്ലോ. സോ ഇതൊന്നും ഞാൻ മൊത്തം ഇത് സമയം കളയേണ്ട വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഈ
ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് കേട്ടോ. അതായത് വാട്ട് ഈസ് ദ വെലോസിറ്റി, വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഓംസ് ലോ ബേസിസിൽ കാണാനുള്ളത്. ഇനി അതല്ലാണ്ട് ഓംസ് ലോയിലേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് ഓംസ് ലോ എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഹോൾ ഇക്വേഷൻസ് ആണ് സാർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. NCERTയിൽ നമ്മുടെ ഓമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ഇക്വേഷൻസ് ആണുള്ളത്. ആൻഡ് 5 ഇക്വേഷനും സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, 5 ഇക്വേഷനും സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. സ്മോൾ സെക്കൻഡ്. ഓക്കെ ഓക്കെ. സോ ഇത് ഈ 5 ഇക്വേഷൻസ് ആണ് ഓംസ് ലോനെ പെർട്ടൈൻ ചെയ്ത് നോക്കേണ്ടത്. J = സിഗ്മ I, I/A = സിഗ്മ × V/L, I/A = V/ρL, V = ρL by A × I, and V = IR. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നിങ്ങളിങ്ങനെ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ V = IR എല്ലാവർക്കും അറിയാം. ബട്ട് R = ρL by A, അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി എന്ത് ചെയ്തു എന്നറിയോ, ഇതിൽ ഐനെടുത്ത് ഇങ്ങോട്ട് മാറ്റി. ഇതൊക്കെ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതായത് ഈ ഒരു I എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതെന്തായി ശ്രദ്ധിച്ചേ, ഈ V എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന I/V = V/ρL ആയി. മനസ്സിലായോ? ഇതൊന്നും വലിയ സംഭവങ്ങളല്ല, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ട ഇക്വേഷൻസ് ആണ്. പക്ഷേ ഒരു അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ, എനിക്ക് തോന്നുന്നു ഒരു തവണ ഏതാ APMTക്ക് മറ്റേ ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ഓംസ് ലോ എന്നായിരുന്നു. മനസ്സിലായോ? ഈ 5 ഇക്വേഷൻസ് ആണ് ഓംസ് ലോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് 6ാമത്തെ ഇക്വേഷൻ കാണുകയാണെങ്കിൽ നോ, അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ ആണല്ലോ. യു ഹാവ് ടു ലേൺ അബൌട്ട് ദി VI ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ച്, അതായത് നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടെ നമ്മളൊന്ന് ഒരു അക്കൗണ്ടിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറണ്ട് കൂടുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വോൾട്ടേജും കൂടുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ ക്യാരക്ടർ സംതിങ് ലൈക്ക് ദിസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണോടാ? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ, ഫൈൻ. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലോ, അതായത് നീ ഒരു കണ്ടക്ടർ വാങ്ങി അതിനകത്ത് ഈ ഒരു VI പ്ലോട്ട് ചെയ്ത് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ അതിന് നീ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. പക്ഷേ ഇതെല്ലാവരും എഴുതും. എന്നാൽ NCERT ഒളിപ്പിച്ച് വെച്ച വേറൊരു പേരുണ്ട്, അതാണ് നമ്മുടെ പുള്ളി, ദാറ്റ് ഇസ് ലീനിയർ കണ്ടക്ടേഴ്സ് കേട്ടോ. അതാണ് ലീനിയർ കണ്ടക്ടേഴ്സ്. സോ ഇനി തൊട്ട് ഞാൻ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇനി തൊട്ട് ഓരോ കോമ്പിയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് ആ ഒരു എൻ്റയർ NCERT ചാപ്റ്റർ ഒന്ന് വായിച്ച് അതിനകത്തുള്ള ഇതേപോലെ ഒളിഞ്ഞിരിക്കുന്ന 1 വേർഡ്സ്, നമ്മുടെ ബയോളജി റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ 1 വേർഡ്സും അതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഞാൻ ഇതിനോട്ട് കോമ്പി ക്ലാസ്സിൽ കൊണ്ടുവരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. NCERT തുറന്നു വെച്ച് കാണിക്കില്ല എന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ 1-2 പോയിൻ്റുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മൊത്തം വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക 5 പോയിൻ്റാണ്. ഈ 5 പോയിന്റിന് വേണ്ടി എൻ്റയർ NCERT നിങ്ങൾ വായിച്ച് സമയം കളയരുത്. അല്ലെങ്കിൽ എൻ്റയർ NCERT കോമ്പിയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി എഴുതി വെച്ച് അതിനെ പോയിന്റ് ആക്കി ജസ്റ്റ് തരില്ല, ഓരോ ടോപ്പിക്കിനെയും അണ്ടറിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ അതാണ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കത് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ഈ ഒരു അഡീഷൻ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അതോ ഇതിനോട്ട് ഇത് വേണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയോടാ. ഇസ് ഗുഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരു ബെനിഫിറ്റായി തോന്നുന്നുണ്ടോ? അതോ ജസ്റ്റ് കൺസെപ്റ്റ്സും കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ട് പോയാൽ മതിയോ? അതോ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു NCERT തിയറിയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് പറയുമോ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയോട്ടുള്ള അറ്റ്ലീസ്റ്റ് എൻ്റെ ചാപ്റ്റേഴ്സ് അത് പറഞ്ഞപ്പോഴാണ് അറ്റ് ദിസ് മൊമെൻറ്റ് ഐ വുഡ് ലൈക്ക് ടു അനൗൺസ് ദി നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വിച്ച് ഹാവ് ബീൻ അലോട്ടഡ് ടു മീ. അപ്പോൾ ഇതേപോലെ 3 ചാപ്റ്റേഴ്സ് കഴിയാണ് അല്ലേ? ഫീൽഡ്സ്, പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ഇന്ന് കഴിയാണ്. ദ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വിച്ച് ഹാവ് ബീൻ ഗിവൺ ടു മീ ഇസ് ray optics. As you all guys have said, I am going to take ray optics.
But along with it, I am not stopping over there. I will be taking the wave optics also. Okay ആണല്ലോ. സോ നമുക്ക് ഇനി അടുത്ത കോമ്പി നമ്മൾ ഡേറ്റ്സ് നിങ്ങൾ അറിയും. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റേഴ്സ് വിൽ ബി റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. അതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഇറ്റ് വിൽ ബി ഡെൽറ്റ് ബൈ സം അതർ ഫാക്കൾട്ടീസ് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ചിലപ്പോൾ എ സിയും കൂടെ കയറുമെന്ന് അറിയില്ല. ഈ രണ്ടും കൺഫേം ആണ്. ഓക്കെ ആണല്ലോ. സോ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും രണ്ടും ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ഐ വിൽ ബി ജോയിനിങ് ഫോർ ഇറ്റ്. ഓക്കെ. സോ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഇതേപോലെ തന്നെ സെറ്റാക്കി കൈ തരാം. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. റേ ഒപ്റ്റിക്സ് ഒരു പേടി സ്വപ്നം ആവൂല. റേ ഒപ്റ്റിക്സ് എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ. സോ അത് നമ്മൾ തന്നെ കയറി ഉഷാറാക്കും. അപ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ബട്ട് സ്റ്റിൽ വിൽ ബി ഡൂയിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നമ്മൾ ഒരുമിച്ച് പഠിക്കും ഇതേപോലെ. ഓക്കെ. അതിൽ കുറേ NCERT സാധനങ്ങളുടെ നമുക്ക് ഒക്കെ പിക്ക് ചെയ്യണം. ഓക്കെ. സോ ദാറ്റ് ഈസ് ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ. അടുത്താണ് ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ്. ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂഷ്വലി കാണിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ് കേട്ടോ. ദിസ് ഇസ് യൂഷ്വലി ഷോൺ ബൈ സെമി കണ്ടക്ടേഴ്സ്. സോ ഇങ്ങനെ ഒരു സാധനം കാണുകയാണെങ്കിൽ ദിസ് ഇസ് നോൺ ആസ് എന്താണ് നമ്മുടെ നോൺ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. യൂഷ്വലി സെമി കണ്ടക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. ഈ രണ്ട് ടൈപ്പ് ഇത് രണ്ടും നോൺ ലീനിയർ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ഇതിനകത്ത് ദിസ് ഇസ് അനദർ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. അതായത് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഞാൻ പറഞ്ഞു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്നാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത് ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് അതുപോലെ സൂപ്പർ കണ്ടക്ടേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഭാവിയിൽ വേണമെങ്കിൽ ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കാം അല്ലേ. they can literally just hide this region and ask which of the following region represents negative resistance. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ പോസിബിലിറ്റീസ് വെരി വെരി ലോ. ഓക്കെ ആണല്ലോ. ഭയങ്കര കുറവാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യത. പക്ഷേ വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഇറ്റ്. അത് ചോദിച്ചാലോ ഇറ്റ്സ് എ ബാങ്ക് ഫോർ us. കാരണം ബാക്കിയുള്ള കുട്ടികൾ ശരിയേക്കാൾ സാധ്യത കുറവാണ്. സോ ഏതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ആ ഗ്രാഫ് താഴോട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ സാറ് മതി ഫിസിക്സ് ഫുൾ. അയ്യോ അതെങ്ങനെയാണ് ശരിയാവുക? കുറേ ഫാക്കൾട്ടീസില്ല. അപ്പോൾ എല്ലാവരും എടുക്കും. ഞാൻ പറയില്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയാണ്. അവരുടെ കൺസെപ്റ്റ്സ് അത്രയും സ്ട്രോങ് ആണ്. യു ഹാവൻ സീൻ അതർ ഫാക്കൾട്ടീസ് അല്ലേ. എൻ്റെ ഫിസിക്സ് ക്ലാസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബട്ട് ദർ ആർ ഗ്രേറ്റ് ഫാക്കൾട്ടീസ് ഓൺ ബോർഡ് ഓൾസോ. നമുക്കതല്ലാണ്ട് വേറെ ഇഷ്ടംപോലെ ഫാക്കൾട്ടീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരെല്ലാവരും യു വിൽ ബി മീറ്റിംഗ് ദം. ഞാനിങ്ങനെ വരും. ഞാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇതേപോലെ നമ്മളെല്ലാം അടിപൊളി ചാപ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പഠിക്കും. ഓക്കെ ആണല്ലോ. ഇഫ് പോസിബിൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അങ്ങനത്തെയൊക്കെ കുറച്ച് ചാപ്റ്റേഴ്സായിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ഇടവേള ഉണ്ടാവും ഫിസിക്സിൽ. ഞാൻ പറഞ്ഞില്ല കുറച്ച് ചാപ്റ്റേഴ്സ് മേ ബി AC കയറുമെന്ന് അറിയില്ല. ലെറ്റ്സ് സി. ബട്ട് മാഗ്നറ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോഴേക്കും വെൽക്കം വിത്ത് ദി അതർ ചാപ്റ്റർ കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. So this is non-linear VI characteristic. Okay ആണല്ലോ. So that is basically the semiconductors. അവിടെ നിൽക്കട്ടെ. Now we are moving into resistance. Okay ആണല്ലോ. എന്താണ് റെസിസ്റ്റൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ഒരു കറണ്ട് അത്ര എളുപ്പത്തിൽ കണ്ടക്ടറിലൂടെ ഒഴുക്കാൻ സമ്മതിക്കില്ല. കണ്ടക്ടർ അപ്പം തന്നെ എന്ത് പറയും? വേണ്ട, ഇപ്പം തന്നെ ഒഴുകണ്ട, ഞാൻ ചെറിയൊരു റെസിസ്റ്റൻസ് തരും, ഒരു ബുദ്ധിമുട്ടാക്കും. ആ ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതുപോലെ തന്നെ വോൾട്ട് പെർ ആംപിയറും യൂണിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഡയമെൻഷൻ പഠിച്ചോ. ഡയമെൻഷൻ ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഡയമെൻഷൻ ഇസ് ml² T⁻³ A⁻² കേട്ടോ. അതാണ് റെസിസ്റ്റൻസ്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്തത് നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു length. Resistance is inversely proportional to length. So resistance is equal to R is equal to rho L by A. Resistance is equal to rho L by A. Okay ആണല്ലോ. ഫൈൻ. ഓക്കെ ആണല്ലോ. യെസ്. സോ R is equal to rho L by A. സോ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റ് ഓർത്തിരിക്കാം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. Now we are moving into resistivity and conductivity. കേട്ടോ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 2 സ്ലൈഡ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് വീണ്ടും തിയറിയിലേക്ക് വരാം. ഓക്കെ ആണല്ലോ. ഫൈൻ.
സോ റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ, റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും റെസിസ്റ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഒരു മെറ്റലിന് സ്ഥിരമായിട്ട് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെ പോലെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ഓൾവേസ് എ കണ്ടക്ടർ സ്പെസിഫിക്. ഒരു മെറ്റലിന്, ഒരു സ്റ്റീലിന് ഒരു സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി ആയിരിക്കും, ഒരു അയണിന് വേറെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, സോ അതൊന്ന് ശ്രദ്ധിക്കാം. സോ റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു RA/L, അതാണ് നമ്മൾ പറയുന്നത്. R ഇസ് ഈക്വൽ ടു RA/L, റോ ആണ് റെസിസ്റ്റിവിറ്റി അല്ലേ. ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/ρ ആടാ. കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു 1/ρ. സോ ദിസ് ഇസ് കണ്ടക്ടിവിറ്റി ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റിവിറ്റി. ഓക്കെ ആണല്ലോ, സോ എന്താണ് റെസിസ്റ്റിവിറ്റി, എന്താണ് കണ്ടക്ടിവിറ്റി എന്നുള്ളത് ഓക്കെ ആണല്ലോ. യു അണ്ടർസ്റ്റുഡ് റൈറ്റ്? റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു റോ ആൻഡ് കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു സിഗ്മ. ഓക്കെ, സോ അതവിടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം, എഗെയിൻ NCERT പോയിന്റ്സ്. ഒന്നാമത്തത്, റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സോ റെസിസ്റ്റിവിറ്റി ശ്രദ്ധിക്കുക, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻസ് ഓൺ, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻസ് ഓൺ രണ്ട് കണ്ടീഷൻ. ഏതൊക്കെയാടാ? ഒന്നെന്ന് പറയുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയൽ, നേച്ചർ ഓഫ് മെറ്റീരിയൽ. രണ്ടാമത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എഗെയിൻ NCERT ഒളിപ്പിച്ച് വെച്ചത്, ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ, so resistivity depends on temperature, to possibly only physical factor which can affect resistivity is temperature. Okay ആണല്ലോ, വേറെ ഒന്നും അഫക്റ്റ് ചെയ്യൂല. അടുത്തത് resistivity does not depend on എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the answer will be size and shape of material കേട്ടോ. അത് ജസ്റ്റ് നേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ, ഞാൻ ഓരോ ഭാഗവും ഇങ്ങനെ പിക്ക് ചെയ്ത് പറയുന്നു. ഞാൻ ഈ ടെമ്പറേച്ചർ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ മക്കൾ. ഇതൊക്കെ ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഭയങ്കര ലൈറ്റായിട്ടാവും വിചാരിക്കുക, ഇതൊക്കെ ചോദിക്കുമോ, ഇതൊക്കെ എന്തിനാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക, ഇതൊക്കെ ആയിരിക്കും തെറ്റ് ഒരുപാട് കുട്ടികളുടെ. റെസിസ്റ്റിവിറ്റി ഐ ഡസ് നോട്ട് ഡിപ്പെൻഡ്, ഇതൊരു ടെമ്പറേച്ചർ മെറ്റീരിയൽ സ്പെസിഫിക് അല്ല, ഞാൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന വിചാരിക്കും, അപ്പോൾ കട്ടി. പക്ഷേ തെറ്റി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ അതാണ് കാര്യം എന്ന് പറയുന്നത്. നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് സ്ട്രെച്ചിങ് ഓഫ് വയർ കേട്ടോ. സോ സ്ട്രെച്ചിങ് ഓഫ് വയർ എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക് ഉണ്ട്. അതിന് മുന്നേ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേടാ. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയോ. എല്ലാവരും ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്തു. ഇതുവരെ പഠിപ്പിച്ച ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോടാ. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. സോ സ്ട്രെച്ചിങ് ഓഫ് വയർ, ഇത് യൂഷ്വലി എക്സാംസിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് കേട്ടോ. സ്ട്രെച്ചിങ് ഓഫ് വയർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു വയർ എടുക്കും. ഓക്കെ ആണല്ലോ, ഒരു വയറുണ്ട് നമ്മുടെ കയ്യിൽ. ശ്രദ്ധിക്കാം, 2 മിനിറ്റ് ശ്രദ്ധിക്കുക, കൺസെപ്റ്റ്സ് ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ, ഒരു വയറുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L1 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഇതിൻ്റെ ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വലിച്ചു നീട്ടി. ഓക്കെ ആണല്ലോ, ഇതിനെ നമ്മൾ വലിച്ചു നീട്ടിയിരിക്കുകയാണ്. വലിച്ചു നീട്ടിയ സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഇതിൻ്റെ ലെങ്ത് ഇപ്പോൾ L2 ആണ്. പക്ഷേ ഇതിന് ഡെൻസിറ്റി മാറോ? ഇല്ല. ഡെൻസിറ്റി ഈസ് ഓൾവേസ് മെറ്റീരിയൽ സ്പെസിഫിക്. ഓക്കെ ആണല്ലോ, ഡെൻസിറ്റി ഇപ്പോഴും എത്ര തന്നെയാണ്? ഡെൻസിറ്റി ഇപ്പോഴും റോ തന്നെയാണ്. ഓക്കെ ആണല്ലോ, ഡെൻസിറ്റി ഈസ് ഓൾവേസ് റോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിനകത്തുള്ളൊരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു സാധനം വലിച്ചാലും ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ശരിയാണല്ലോ, ഇത്ര ഉണ്ടാകുന്നൊരു വയർ വലിച്ചു നീട്ടി അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്, ശ്രദ്ധിച്ചേ, ഇതിൻ്റെ ഇപ്പോഴത്തെ ഏരിയ A1 ആണ്, ഇതിൻ്റെ ഇപ്പോഴത്തെ ഏരിയ A2 ആണെങ്കിൽ നമുക്കറിയാം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. സോ A1 L1 ഇസ് ഈക്വൽ ടു A2 L2. ഓക്കെ ആണല്ലോ, A1 L1 ഇസ് ഈക്വൽ ടു A2 L2. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ആൻഡ് ദിസ് ഇസ് ഓൾവേസ് യൂസ് ഫോർ എക്സാംസ്. ഇതാണ് കാര്യം. R1/R2 നിങ്ങളോട് രണ്ടെണ്ണത്തിൻ്റെയും റെസിസ്റ്റൻസ് കമ്പാരിസൺ ചെയ്യാൻ പറയുകയാണ്. അതായത് 2 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെ 4 സെൻറ്റിമീറ്റർ വലിച്ചു നീട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ R1/R2 ഇസ് ഈക്വൽ ടു L1/L2 into A2/A1. This is also equal to
L1 by L2 the whole square. Area തന്നിട്ടില്ല, ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. This is also equal to A2 by A1 the whole square. Okay ആണല്ലോ. And this is also equal to R2 by R1 the whole raised to 4. This is also equal to D2 by D1 the whole raised to 4. മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടാൻ കുറച്ച് പാടാണ്. ആരും ഇത് വിട്ടുപോകരുത്, ഇത് വരയ്ക്കാം. ദിസ് ഈസ് ഫോർ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ഫോർ സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ്ങിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങളോട് ചോദിക്കിയതായിരിക്കും, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ്. ഞാൻ ഇപ്പം തന്നെ എഴുതി ഒപ്പിട്ട് തരാം. റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ചോദിക്കുക. ഒന്നെങ്കിൽ ലെങ്ത്തും ഏരിയയും കൂടെ തരാം, അപ്പോൾ L1 by L2 ഇൻറ്റു A2 by A1. ചിലപ്പോൾ ലെങ്ത്ത് മാത്രം തരാം, അപ്പോൾ L1 by L2 ഹോൾ സ്ക്വയർ. ചിലപ്പോൾ ഏരിയ മാത്രം തരാം, അപ്പോൾ A2 by A1 ദി ഹോൾ സ്ക്വയർ. ചിലപ്പോൾ ഇതൊന്നുമില്ല, ഒരു ഭാഗ്യം അല്ലെങ്കിൽ റേഡിയസ് ആയിരിക്കും തരിക, അപ്പോൾ R2 by R1 ദി ഹോൾ റേസ് ടു 4. അല്ലെങ്കിൽ ഡയാമീറ്റർ തരാം, അപ്പോൾ D2 by D1 ദി ഹോൾ റേസ് ടു 4. ഓക്കെ ആണല്ലോ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. സ്ട്രെച്ചിങ് ഓഫ് വയറിൽ ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഒരൊറ്റ ഇക്വേഷൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇത് തെറ്റരുത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ സെറ്റ്. ഓക്കെ ഫൈൻ. ഡി ഈസ് ഫോർ ഡയമീറ്റർ കേട്ടോ. ഡി ഈസ് ഫോർ ഡയമീറ്റർ. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ, അടുത്തത് മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി NCERT പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. എന്താണ് ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു വോൾട്ട് പെർ മീറ്റർ എന്നുള്ള രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ മ്യൂ അല്ലെങ്കിൽ മ്യാവു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. മ്യൂ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് മ്യൂ ഇസ് ഈക്വൽ ടു VD by E. ഓക്കെ ആണല്ലോ. VD by E. സോ VD is equal to E by M. ഒക്കെ നമ്മൾ പറഞ്ഞാണ്. അതിൻ്റെ കുറച്ച് ആൾട്ടർനേറ്റ് ഇക്വേഷൻസ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മറച്ചു നോക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എൻ അബ്സല്യൂട്ട് റിവിഷൻ ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഒന്നും പറയാല്ല, കൺസെപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് എഴുതി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ ആണല്ലോ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഈസ് ദി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും യൂഷ്വലി ചോദിക്കാറുണ്ട്. അതായത് ചോദ്യം ഇങ്ങനെയാണ് വരിക, അതായത് ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് 220 ഓം ആണ്. 120 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, എന്നിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽഫ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നിങ്ങളോട് കാണാൻ പറയും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദി ഇക്വേഷൻ കേട്ടോ. ആൽഫ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 T2 മൈനസ് R2 T1. ഓക്കെ ആണല്ലോ. അല്ല, നിങ്ങളോട് ഒരു അബ്സല്യൂട്ട്, അതായത് ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഉണ്ടാവും, അത് തന്നിട്ടുണ്ടാവും R0. ആ ടൈമിലുള്ള അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നർ ടെമ്പറേച്ചർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 270 അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക, അതിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും 300 കാണാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് RT is equal to R0 into 1 plus alpha T. ഓക്കെ ആണല്ലോ. സോ ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു തവണ ജിപ്മറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2014 ഈ ഒരു ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഗ്രാഫ് ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് represents the variation of resistance with respect to temperature എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. സോ ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഫൈൻ. NCERTയിലെ ബാക്കിലെ ഡയമെൻഷണൽ ഫോർമുല എല്ലാം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നോക്കുക, അതിൻ്റെ മാത്രം പഠിച്ചാൽ മതി. ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇപ്പോൾ ചിലവരിങ്ങനെ ഒപ്റ്റിക്കൽ ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒന്നും ആരും ചോദിക്കില്ല. ബട്ട് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ഒക്കെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ V is equal to √3/2 kTm ഇതാണ്. അപ്പോൾ ഇതൊന്ന് സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ, ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻസിൻ്റെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ദിസ് ഇസ് അനദർ തിങ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് ദി കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് എന്നാണ് പറയുക. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടോടാ? ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടോ? ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദിസ് ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ,
എന്താണ് ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ കളർ കോഡിങ്ങും അതായത് നമ്മൾ ഓരോ റെസിസ്റ്റർ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് അതിനകത്ത് ഓരോ ഓരോ കളേഴ്സ് ഇങ്ങനെ അസൈൻ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ നോക്കിയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് കളർ കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിങ്ങനെ ബ്ലാക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ. ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിനൊക്കെ ഓരോ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് 0 ബ്ലൂ ബ്ലാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് വൈറ്റിൽ 9ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഉള്ളതാണ് ദിസ് ഇസ് നോൺ ആസ് നമ്പേഴ്സ് കേട്ടോ. നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ദിസ് ഗായ് ഇസ് നോൺ ആസ് ദി മൾട്ടിപ്ലയർ. ഓക്കെ ആണോ, ദിസ് ഇസ് നോൺ ആസ് ദി മൾട്ടിപ്ലയർ ഏതൊക്കെയാ? 10⁻0, 10⁻1, 10⁻2, 10⁻3 അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഇതൊന്നും അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് 10%, 20%, 30, 5, 10, 20 എന്ന് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് നോൺ ആസ് ടോളറൻസ് ലിമിറ്റ്. അതായത് ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസിന് എത്ര അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റും, അതിനാണ് നമ്മൾ ടോളറൻസ് ലിമിറ്റ്. അതായത് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിന് 30 ഓം, അതിന് മാക്സിമം 35 വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 25 വരെ പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ അതിനെയാണ് നമ്മൾ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സാധനമുണ്ട്. അതാണ് BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് വെരി ഗുഡ് വൈഫ്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കാം, നോക്ക് ഇങ്ങനെ വായിക്കാം. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഓക്കെ ആണല്ലോ, ഇതൊന്നും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇത് ആർക്കെങ്കിലും ഈ ഒരു എൻറ്റയർ ലിസ്റ്റോ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂമോണിക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഈസി ന്യൂമോണിക് ആണ്. ഏതോ കിട്ടിയ എനിക്കറിയില്ല, NCERT ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ന്യൂമോണിക് ആയിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ബി ഓൾസോ ഏബിൾ ടു ലേൺ ഫ്രം ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഓക്കെ, ഇനി അത് വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു ഇതെടുക്കുകയാണ്. ഓക്കെ, അതിനകത്ത് 3 ബാൻഡ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ അടുപ്പിച്ച് 3 ബാൻഡ് ഉണ്ടാവും. ഞാൻ അത് റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ റെഡ്, ഇനി ഒരു സിൽവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഐ എം ജസ്റ്റ് യൂസിങ് ദിസ്. ഇതൊരു സിൽവർ കളറാണെന്ന് വിചാരിക്കട്ടെ, ഗ്രേ അല്ല, സിൽവർ ആണ്, സിൽവർ. ഓക്കെ, സോ യു ഹാവ് റെഡ് ആൻഡ് സിൽവർ. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കളർ കോഡിങ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം ഇവിടെ കിട്ടും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 റെഡും ഒരു സിൽവറുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം ഇങ്ങനെ എഴുതി വയ്ക്കുക. എന്താണ്? 2 ഡാഷ് ഇൻറ്റു 10⁻² ഡാഷ് പ്ലസ് ഓർ മൈനസ് ഡാഷ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് നമ്മുടെ BB റോയ് മൊത്തം എഴുതാം. ഈ ഒരു ടേബിൾ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. 6 എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കട്ടെ, ഇതിൻ്റെ നമ്പർ എത്രയാണ്? റെഡാണ്. റെഡിൻ്റെ നമ്പർ 2 ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ 2 എഴുതാം. അടുത്ത കളർ ഏതാ? രണ്ടാമത്തെ കളറും റെഡാണ്. എഗെയിൻ പോവുക, അതിൻ്റെ നമ്പർ നോക്കുക. എഗെയിൻ അത് 2 ആണ്. സോ അത് വീണ്ടും എഴുതി. ഇനി മൂന്നാമത്തെ ലൈൻ ഏതാ ശ്രദ്ധിച്ചാൽ? മൂന്നാമത്തെ ലൈനിലും റെഡാണ്. അത് എത്രയാണ്? റെഡ്, അതും 2 ആണ്. സോ അത് ഇവിടെ അപ്ലൈ ചെയ്യുക. 10⁻². ഓക്കെ ആണല്ലോ. ഇനി പ്ലസ് ഓർ മൈനസ്, ഇവിടെ സിൽവറാണ്. സിൽവറിൻ്റെ നമ്മൾ നോക്കുന്നത് സിൽവറിൻ്റെ ടോളറൻസ് ലിമിറ്റാണ്. ടോളറൻസ് ലിമിറ്റ് എത്രയാടാ? 10% ആണ്. സോ ഇറ്റ് ഈസ് 10%. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിന് ഈ ഒരു സാധനത്തിന് റെസിസ്റ്റ് ചെയ്ത് എത്ര വരും? ദ ആൻസർ ഇസ് 22 × 10⁻² പ്ലസ് ഓർ മൈനസ് 10%. ഇങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരാം. എത്രയും പെട്ടെന്ന് അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. വരയ്ക്കാൻ പോവാണ്. ആരാണ് ആദ്യം പറയുന്നത് നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ ഫുൾ ടൈപ്പ് ചെയ്യണ്ട. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇതാണ് ചെയ്യേണ്ടതെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 1, 2, 3, 4 4 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 2, 2, ഇപ്പോൾ മൊത്തം 2 ആണ്, 10. ഇത് നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ആ 4 ലെറ്റർ 4 ന്യൂമറൽസ് ഏതൊക്കെയാണെന്ന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ആർക്കൊക്കെ കൺസെപ്റ്റ് മനസ്സിലായിരുന്നു നോക്കട്ടെ. ഞാൻ വരയ്ക്കുമ്പോൾ ഏതൊക്കെ കളറാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആദ്യം സാർ വരയ്ക്കുന്ന കളറ്
യെല്ലോ ആണ്. ഓക്കെ ആണല്ലോ, യെല്ലോ. ഓക്കെ, രണ്ടാമത് സാറ് വരയ്ക്കുന്ന കളറ് വയലറ്റ് ആണ്. ഓക്കെ, മൂന്നാമത് സാറ് വരയ്ക്കുന്ന കളറ് തൽക്കാലം ഇത് വെച്ച് വരയ്ക്കാം, ബ്രൗൺ ആണ്. അതുപോലെ ലാസ്റ്റ് സാറ് വരയ്ക്കുന്ന കളറ് ഗോൾഡ് ആണ്. പറഞ്ഞേടാ, ആരാണ് ഇതിന് ആദ്യം കൊടുക്കാൻ നോക്കട്ടെ, പറഞ്ഞേ. യെല്ലോ, വയലറ്റ്, ബ്രൗൺ, ഗോൾഡ്. ഓക്കെ ആണല്ലോ, ഇതാണുള്ളത്. പറഞ്ഞേ, ആരാണ് ആദ്യം പറയാൻ പോകുന്നത് നോക്കട്ടെ. ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ഇൻറ്റു 10⁻⁻⁻ ±% നോക്കട്ടെ, ആരാണ് ആദ്യം പറയാൻ പോകുന്നത് സാർ ഒന്ന് നോക്കട്ടെ. ഫോർ 7 1 ആണോടാ? ഓക്കെ, 4 7 1 5 റൈറ്റ് ആൻസർ കേട്ടോ. സാർ ആദ്യം പറഞ്ഞ് നോക്കട്ടെ. പഠിച്ചല്ലോ, നിങ്ങൾ പഠിച്ചല്ലോ മക്കളെ, യു ആർ ഗ്രേറ്റ്. 4 7 1 5 റൈറ്റ് ആൻസർ കേട്ടോ. സോ ആദ്യം പറഞ്ഞ തനീഷാണ്. കൺഗ്രാറ്റ്സ് തനീഷ്, വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. പിന്നെ ജൊഹമ, ഐഷ, ഡാലിയ, ദെൻ നീമ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആൻസർ കേട്ടോ. 4 7 1 5 ഗ്രേറ്റ്. പഠിച്ചു, ഇത്രയേ ഉള്ളൂ. 4 7 × 10⁻⁻⁴ ±5%. So it is basically 47 × 10 ohm ±5%, or it is 470 ohm ±5%. ഇതാണ് കളർ കോഡിങ്. ഇനി കളർ കോഡിങ് ആരെങ്കിലും എക്സാമിന് തെറ്റിക്കോ? പറഞ്ഞേടാ, ഇനി ആരെങ്കിലും കളർ കോഡിങ് തെറ്റിക്കോ? എല്ലാവർക്കും മനസ്സിലായല്ലോ കളർ കോഡിങ്? മനസ്സിലായെന്ന് വിശ്വസിച്ചോട്ടെ സാറ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് അടുത്ത് നമ്മൾ കയറാൻ പോകുന്ന ടോപ്പിക്. അതിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ ഫൈൻ. സോ വി ആർ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ. വേം പറഞ്ഞാൽ നമുക്ക് വേം പോവാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. The resistance of wire R is Rho. If it is melted and stretched to n times its original length, its new resistance will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കറിയാം R is equal to rho L by A. സംശയം ഉണ്ടോ? R is equal to rho L by A. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പുതിയ ലെങ്ത് അല്ലേ? പുതിയ ലെങ്ത് എന്ന് പറയുന്നത് n ടൈംസ് ദി ഒറിജിനൽ ലെങ്ത് ആണ്. പുതിയ ലെങ്ത്തിനെ ഞാൻ L ഡാഷ് എന്ന് വിളിക്കുകയാണ്. സോ R ഡാഷ് ഇസ് ഈക്വൽ ടു N L എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. നമുക്കൊരു കാര്യം അറിയാം, എന്ത്? ഏരിയ ഇൻറ്റു ലെങ്ത് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സോ A ഡാഷ് L ഡാഷ് ഇസ് ഈക്വൽ ടു AL. സംശയം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ A ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി AL by L ഡാഷ്. ഓക്കെ ആണല്ലോ? A ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി AL by L ഡാഷ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, L ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? L ഡാഷ് എന്ന് പറയുന്നത് n ടൈംസ് L ആണ്. ഓക്കെ ആണോ? സോ ഇറ്റ് ഇസ് n ടൈംസ് L. ഓക്കെ, സോ ഈ എല്ലും വെട്ടിപ്പോയി. സോ യു ഗെറ്റ് ഇറ്റ് ആസ് A by N. സോ A ഡാഷ് ഇസ് ഈക്വൽ ടു A by N എന്ന് കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. A ഡാഷ് ഇസ് ഈക്വൽ ടു A by N. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, R ഡാഷ് ഇസ് ഈക്വൽ ടു റോ L ഡാഷ് ബൈ A ഡാഷ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു റോ NL. L ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാ? L ഡാഷ് എന്ന് പറഞ്ഞാൽ NL ആണ് അല്ലേ? സോ ഇറ്റ് ഇസ് NL ഡിവൈഡഡ് ബൈ, ആൻഡ് വാട്ട് ഇസ് A ഡാഷ്? പറഞ്ഞേ, A ഡാഷ് ഇസ് ഈക്വൽ ടു A by L. A by N നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് റോ NL ഇൻറ്റു N ബൈ A, ഓർ ദിസ് ഇസ് റോ N സ്ക്വയർ L ബൈ A, ഓർ ദിസ് ഇസ് ഈക്വൽ ടു N സ്ക്വയർ റോ L ബൈ A. പക്ഷെ നമുക്കറിയാം റോ L ബൈ A എന്ന് പറഞ്ഞാൽ R ആണ്. സോ ഇറ്റ് ഇസ് N സ്ക്വയർ R. So what is the answer? Answer is N square R. Okay ആണല്ലോ? Answer is N square R. Answer is N square R. എല്ലാവർക്കും മനസ്സിലായോ? Answer is L square R, and that is B. Right answer. ആരാദ്യം B പറഞ്ഞത്? രഹാന അല്ലേ? ഫോളോഡ് ബൈ നന്ദന ആൻഡ് ഐഷ. എല്ലാവരും പറയുന്നുണ്ട് റൈറ്റ് ആൻസർ കേട്ടോ.
So n square r is the right answer. So let's move on to the next question. Again അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് യൂഷ്വലി ചോദിച്ച് ഒരുപാട് ടൈപ്സ് ഓഫ് ടൈം ചോദിച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ഇറ്റ്? ശ്രദ്ധിച്ചേ. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 4 ohm is stretched to twice its original length. The resistance of the stretched wire will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടി. എന്താണ് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരമായി. എന്താണ്? റെസിസ്റ്റൻസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എൻ ആർ. ഓക്കെ ആണല്ലോ, എൻ ആർ. സോ ഇറ്റ് ഈസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹിയർ ഇറ്റ് ഈസ് സ്ട്രെച്ച് ടു ട്വൈസ് ഇറ്റ്സ് ലെങ്ത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എൻ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആയിരുന്നു, ഇവിടെ ട്വൈസ് ആണ്. അതായത് ഹിയർ എൻ ഇസ് ഈക്വൽ ടു 2. സോ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 2 square ഇൻറ്റു റെസിസ്റ്റൻസ് ഈസ് 4. സോ ദിസ് ഇസ് 4 into 4 or it is 16 ohm. കണ്ടോ എത്ര എളുപ്പമായി എന്ന് മനസ്സിലായോ? ഇത് ഞാൻ പറയാൻ കാരണം, ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് വൺ മോർ ഇക്വേഷൻസ് ഫോർ സ്ട്രെച്ചിങ് വേർത്ത് ഈസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എൻ ആർ. നിങ്ങളത് പഠിക്കാൻ വേണ്ടിയാണ് സാർ എന്ത് ചെയ്തത്, ആ ഒരു 2 ക്വസ്റ്റ്യൻ അടുപ്പിച്ചിട്ടത്. മനസ്സിലായോ? സോ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എൻ ആർ ഇത്രയേ ഉള്ളൂ. ഇഫ് എ കണ്ടക്ടർ ഇസ് സ്ട്രെച്ച് ടു n times the length, then the new resistance of the wire will be n times r. N square times r. Okay ആണല്ലോ, it will be n square times r. It will be n square times r. Okay ആണല്ലോ. ഈ കൺസെപ്റ്റ് മക്കളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ആവശ്യം വരും. ഓക്കെ ഫൈൻ. അടുത്തത് a wire of certain material is stretched slowly by 10%. അല്ലേ, അതായത് ഒരു വയറിനെ നമ്മൾ മെല്ലെ നീട്ടി അതിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ 10% വലിച്ചു നീട്ടി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസും അതിൻ്റെ പുതിയ സ്പെസിഫിക് റെസിസ്റ്റൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്തൊക്കെ ചെയ്താലും വാട്ട് എവർ വി ഡു, the specific resistance will depend only on what? It will depend only on the temperature and the nature. ഇവിടെ നേച്ചർ മാറിയോ ഇല്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റിമെയിൻ സെയിം. സോ ഒന്നെങ്കിൽ ബോത്ത് റിമെയിൻ സെയിം അല്ലെങ്കിൽ സെയിം. ഇനി ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ ലെങ്ത്ത് 10% കുറയുന്നുണ്ട്. അതായത് ഡെൽറ്റ എൽ അല്ലെങ്കിൽ ഇത് എത്ര കുറയുന്നു പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി 0.1 അല്ലേ, അതായത് 10/100. So it is 0.1. അതായത് ലെങ്ത് ഹാസ് ബീൻ ഡിക്രീസ് ബൈ 0.1. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു A1/A2 is equal to L2/L1. നിങ്ങൾ തൊട്ടുമുന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് A1L1 is equal to A2L2. അതായത് ലെങ്ത്ത് 10% കുറഞ്ഞാൽ അല്ലെങ്കിൽ 0.1% അല്ലെങ്കിൽ 0.1 ടൈംസ് കുറഞ്ഞാൽ ഏരിയയും 0.1 ടൈം കുറയും. ഓക്കെ ആണല്ലോ, ഏരിയയും 0.1 ടൈം കുറയും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ ആണല്ലോ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, ഓർ ഹിയർ ശ്രദ്ധിക്കാം, ഹിയർ മാസ് ഇസ് ഈക്വൽ ടു ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തിന് എ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു എ ഇൻറ്റു എൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ വി ആർ ജസ്റ്റ് അപ്ലൈ ലോഗരിതം. ഓക്കെ ആണല്ലോ, സോ ln of L plus ln of A is equal to ln of mass. ഓക്കെ ആണല്ലോ, സോ നമ്മൾ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യാണ്. ഓക്കെ ആണല്ലോ, ഹിയർ വി ആർ അപ്ലൈയിങ് ലോഗരിതം. അപ്പോൾ ഡെൻസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ln A plus ln L is equal to ln mass. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ L/L പ്ലസ് ഡെൽറ്റ A/A ഷുഡ് ബി ഈക്വൽ ടു 0. കാരണം എന്താ, ഡെൽറ്റ M/M എന്ന് പറയുന്നത് 0 ആണ്, കാരണം മാസ് ഒരിക്കലും മാറൂല. ഓക്കെ ആണല്ലോ, സോ ഡെൽറ്റ L/L ഇസ് ഈക്വൽ ടു ഡെൽറ്റ A/A. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡെൽറ്റ L/L പ്ലസ് ഡെൽറ്റ A/A 0 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് രണ്ടും, അതായത് ബോത്ത് നമ്മുടെ എന്താ പറയുക, ഈ റെസിസ്റ്റൻസ് കുറയും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടും എന്നാണ് വേണ്ടത്. അതായത് ഇവിടെ ലെങ്ത്ത് കൂടി, നിങ്ങൾക്കറിയാം ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ n² r എന്നുള്ള രീതിയിൽ എന്ത് പറ്റും,
എൻ സ്ക്വയർ ആർ എന്നുള്ള രീതിയിൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള കാര്യം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനില്ല. ഇത് 2008 വന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ലെങ്ത് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെസിസ്റ്റൻസ് കൂടിയിട്ടുള്ള 2 ഓപ്ഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ 1.2 1.21 രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ അതിനുള്ള ഉത്തരം കാണിക്കേണ്ടത് ഇപ്പുറത്തുള്ളത് നോക്കുക. ഒന്നിൽ 1.1 ഒന്നിൽ സെയിം. അപ്പോൾ ഇതിൽ നമുക്കറിയുന്ന ഏതാ സെയിം ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ യു ഹാവ് ടു ഗോ ഫോർ ഓപ്ഷൻ ഡി വിച്ച് ഇസ് 1.21 ആൻഡ് ഇറ്റ് ഇസ് സെയിം ഓർ വിച്ച് ഇസ് ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? എ ചാർജ് പാർട്ടിക്കിൾ ഹാവിംഗ് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁻⁴ meter per second in an electric field of 3 × 10⁻⁻10 volt per meter has a mobility of. ശ്രദ്ധിക്കുക, here drift velocity Vd is equal to 7.5 × 10⁻⁻⁴ meter per second. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് E is equal to 3 × 10⁻⁻10 volt per meter. ഓക്കെ ആണല്ലോ, വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, സോ നമുക്കറിയാം മൊബിലിറ്റി മ്യൂ is equal to Vd/E. ഓക്കെ ആണല്ലോ, മൊബിലിറ്റി മ്യൂ is equal to Vd/E. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ Vd is equal to 7.5 × 10⁻⁻⁴ × 3 × 10⁻⁻10. ഓക്കെ ആണല്ലോ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ആൻസർ as 2.5 × 10⁻⁶. ഓക്കെ ആണല്ലോ, 2.5 × 10⁻⁶. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദി ആൻസർ? വാട്ട് ഈസ് ദി ആൻസർ? പറഞ്ഞ ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് ബി. ആൻസർ ഇസ് ബി. ഓക്കെ, സോ നിങ്ങൾ മുന്നത്തെ ഈ ക്വസ്റ്റൻ ആലോചിച്ച് നിങ്ങൾ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഇത് ഇനി ചോദിക്കൂല. ഓക്കെ ഉള്ളൂ, അഥവാ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം എത്തും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സാറ് സോൾവ് ചെയ്തത് കേട്ടോ. ഓക്കെ ആണല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു 5th question. The mean free path of electrons in a metal is 4 × 10⁻⁻8 meter. Okay, so the electric field which can give an average of 2 electron volt. So energy E is equal to 2 electron volt. Like to an electron in a metal will be in units will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എനർജി E is equal to 2 electron volt അല്ലേ. ഇത് നിങ്ങൾ ന്യൂക്ലിയർ എടുക്കുമ്പോൾ പഠിക്കും. This is basically equal to E × lambda. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്ത ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ. സോ എനർജി ഈസ് ഈക്വൽ ടു E/λ. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു therefore E is equal to it will be 2/λ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 2 × 4 × 10⁻⁸. ദിസ് ഇസ് ഈക്വൽ ടു 5 × 10⁻⁷ വോൾട്ട് പെർ മീറ്റർ കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വേറൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് E is equal to, ഇതാണ് ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് E is equal to the energy of the electron by mean free path of the electron. ഓക്കെ ആണല്ലോ. ഇതൊരു പണ്ടത്തെ ഫോർമുലയാണ്, ഇപ്പം അങ്ങനെ ആരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് ഇൻ കേസ് ചോദിച്ചാലെന്ന് വിചാരിച്ചാണ് ഇതും കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് ഇറ്റ്? ഇലക്ട്രിക് ഫീൽഡ് E is equal to energy/λ. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് E is equal to energy/λ. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. പെട്ടെന്ന് പറഞ്ഞോ. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റൻ അല്ലേ? അതെ, ഇതിപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റൻ അല്ലേ? ഷെറ്റ് യെല്ലോ വൈറ്റ് ബ്രൗൺ. സോ ആൻസർ ഇസ് എത്രടാ? ആൻസർ ഇസ് 470 Ω ± 5% കേട്ടോ. 470 Ω ± 5%. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഇനീഷ്യൽ ഫേസ്. ഓക്കെ ആണല്ലോ. ടൈം ഇസ് അറൗണ്ട് 1 hour അല്ലേ, 1 മണിക്കൂറായി. അറൗണ്ട് ഒരു 35% ഓഫ് ദ കറണ്ട് ഇസ് ഓവർ. ഇനിയാണ് നമ്മൾ ഒറിജിനൽ പക്ക സാധനത്തിലേക്ക് കയറാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. വി ആർ ഗോയിങ് ടു നൗ എൻറ്റർ ഇൻ ടു ദ കീ പോയിൻറ്റ്സ്. ഓക്കെ ആണല്ലോ. എല്ലാവരും റെഡിയാണോടാ? അതിന് മുന്നേ ജസ്റ്റ് ഒരു ഗ്രാഫ് കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് ഇത് V ആണ്, ഇത് I ആണെന്ന് വിചാരിക്കാം. ഇത് T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലും ഇത് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള 2 ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് 1ഉം ഇത് 2ഉം. ഓക്കെ ആണല്ലോ. ഇത് 1ഉം ഇത് 2ഉം. R1 R2 T1 T2. നിങ്ങളോട് ചോദിക്കും
ഇതിൽ ഏതാണ് വലുത്? R1 ആണോ വലുത്, R2 ആണോ വലുത്? അടുത്ത ചോദ്യം T1 ആണോ വലുത്, T2 ആണോ വലുത്? നിങ്ങൾ വിചാരിക്കാം ഇതിൽ ഏതാണോ മുകളിലുള്ളത് അതാണ് വലുത്. ഇവിടെ 1 ആണ് മുകളിൽ, സോ R1 ഇസ് മോർ ദാൻ R2. ഓക്കെ ആണല്ലോ. അതുപോലെ ഇവിടെ T1 ആണ് മുകളിൽ, സോ T1 ഇസ് ഗ്രേറ്റർ ദാൻ T2. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. T1 ഇസ് ഗ്രേറ്റർ ദാൻ T2. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതൊന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഇൻ ടു ദി കിർച്ചോഫ് ലോ. സോറി, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. സോറിടാ. സോ എല്ലാവരും റെഡിയാണോടാ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്? യെസ്, എവ്രി വൺ റെഡി? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകും, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ ആണല്ലോ. സോ എന്താണ് സീരീസ് കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് ഒരുമിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതിൽ റെസിസ്റ്റൻസ് അതിലെന്താ പറ്റുക വെച്ചാൽ current is constant. Here current is constant and potential drops. Here current is constant and potential drops, and R is equal to R1 plus R2 plus R3. Okay ആണല്ലോ. ഫൈൻ. യെസ്, പവർ ടോപ്പിക് അല്ലേ സാർ? യെസ്, ഡെഫിനറ്റ്ലി. കോമ്പിനേഷൻ ഇനിയാണ് നിങ്ങൾ പവർ സാധനങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, ഇനി ആരെങ്കിലും ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരും സാർ. എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകണമെന്നുള്ളവരുണ്ടെങ്കിൽ പൊക്കോളൂ, ബാക്കിയുള്ളവർക്ക് അത് കഴിയുമ്പോൾ ഇതും കൂടെ ഹരം വരും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, അടുത്തതാണ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ എന്താണെന്ന് അറിയാലോ? പാരലൽ കോമ്പിനേഷനിൽ എന്താണ് പ്രത്യേകത? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ, I1 I2 I3. പക്ഷേ ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും, എന്നാൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഇനിയുള്ളതാണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന കാര്യം, വിച്ച് ഇസ് മിക്സ്ഡ് ഗ്രൂപ്പിംഗ്. ഓക്കെ ആണല്ലോ, മിക്സ്ഡ് ഗ്രൂപ്പിംഗ്. സോ ഞാൻ കുറച്ച് മിക്സ്ഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മക്കളെ 5 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കുക, യു വിൽ ബി ബെനിഫിറ്റഡ്. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടുകയാണ്, എന്നിട്ട് നിങ്ങളോട് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറയുകയാണ്. എല്ലാവരും ചെയ്യും അല്ലേ? ഇതിൽ R-ഉം 2R-ഉം എന്താണ്? സീരീസിലാണ്. അപ്പോൾ 2R plus 2R plus R, ഇത് 4R ആണ് അല്ലേ? എന്ത് പറ്റി? ഇപ്പം ഈ ഒരു റെസിസ്റ്റൻസിന് കംപ്ലീറ്റ് നിനക്കൊരു 4R റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നിനക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്തായി? എഗെയിൻ 4R and 4R are പാരലൽ അല്ലേ? അപ്പോൾ 1/4R plus 1/4R or 2/4R, അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? ഇതിനെല്ലാം പരസ്പരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം പരസ്പരമായിട്ട് ഇവനൊക്കെ വെട്ടി ഇതിന് പകരം ഒരു 2R കൊടുക്കാം അല്ലേ? സോ യു റീച്ച് ഹിയർ, 2R കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം കൂട്ടും, 2R plus R plus R. അപ്പോൾ എത്ര കിട്ടി? എഗെയിൻ 4R കിട്ടി. അപ്പോൾ നിനക്ക് ഈ 2R പകരം എന്ത് ചെയ്താം? ഒരു 4R അല്ലേ? അപ്പോൾ ഒരു 4R കിട്ടി. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വാട്ട് ഹാപ്പൻ? ഒരു 4R കിട്ടി. ഇതെന്ത് പറ്റി? ഇപ്പോൾ ഈ 4Rഉം ഈ 4Rഉം പരസ്പരം എന്താണ്? പാരലാണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ്? എഗെയിൻ യു ക്യാൻ, അപ്പാണ് ഇവിടെ എത്തുക. ഓക്കെ ആണല്ലോ. യു ക്യാൻ ജസ്റ്റ് റീപ്ലേസ് ഇറ്റ് വിത്ത് 2R അല്ലേ? എഗെയിൻ യു ക്യാൻ ആഡ് R plus R. 2R ആണ്, 2R plus R 4R ആയി. ഇപ്പം എന്തായി? 4Rഉം 4Rഉം വീണ്ടും പാരലായി. സോ ദിസ് യു ക്യാൻ കീപ് ഇറ്റ് ആസ് 2R. ഇനി 2R plus R plus R യു ഗെറ്റ് 4R. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് നോൺ ആസ് മെത്തേഡ് ഓഫ് സക്സസീവ് റിഡക്ഷൻ. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതെല്ലാവർക്കും അറിയുമല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ മെത്തേഡിൽ? മക്കൾ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേ നോക്കട്ടെ. ഈ മെത്തേഡ് എല്ലാവർക്കും അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയോ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ മെത്തേഡ്? അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് 1-2 മെത്തേഡ്സ് പഠിക്കേണ്ടത്. വേഗം റിപ്ലൈ ചെയ്തോ. എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണോ? ക്ലിയർ. ഒരാൾ മാത്രമേ ഇട്ടുള്ളൂ, ബാക്കിയുള്ളവർ എന്താ അത് പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ക്ലിയർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി നൗ ഐ എം മൂവിങ് ടു അനദർ തിങ് വിച്ച് ഈസ് കോൾഡ് ആസ് മെത്തേഡ് ഓഫ് സിമെട്രി. ശ്രദ്ധിക്കാം,
മെത്തേഡ് ഓഫ് സിമെട്രി. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു സർക്യൂട്ടാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? ഇങ്ങനത്തെ ഒരു സർക്യൂട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ സർക്യൂട്ടിനെ സിമെട്രിക്കലായിട്ട് ഏതെങ്കിലും ഒരു ലൈൻ അക്രോസ് മടക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കിത് കാണുകയാണെങ്കിൽ അറിയാം, വാസ് ഓൾറെഡി മെൻഷൻ, ഈ ഒരു ലൈനിലൂടെ ഈ ഒരു സർക്യൂട്ടിനെ നിനക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു സർക്യൂട്ടിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, അങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റേഴ്സ് കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. കണ്ടോ? ഇത് ദിസ് ഈസ് നോൺ ആസ് നോഡൽ പോയിന്റ്. എന്താടാ ഇത്? ദിസ് ഈസ് നോൺ ആസ് നോഡൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിനെ നീക്കി പിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? വിത്ത് വൺ വാല്യൂ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇതിനെങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. യു ക്യാൻ ബേസിക്കലി റീഡ്രോ ദിസ്. കണ്ടോ? അതായത് ഇതിനകത്തെ ഈ രണ്ട് സാധനത്തിനെ നമ്മൾ വലിക്കാം, പ്രൊവൈഡഡ് ദിസ് ഇസ് ഇൻ സിമെട്രി. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതിനെ വലിക്കാം. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ആറും എന്തായി? സീരീസിലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 2R എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് നോൺ ആസ് മെത്തേഡ് ഓഫ് സിമെട്രി. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കത് വലിച്ചെടുത്തു. ആ 2R കൂട്ടി 2R ആയി. ഇനി എങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഇനി ഇവിടെ ആറുണ്ട്, ഈ 2R പരസ്പരം പാരലലാണ്, സീരീസ് ആണ്. സോ നിനക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് അസ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 2R ആണ്, ഇത് 6 ആണ്, ഇത് 2R ആണ്, ഇത് 2R ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്. ആകെ എന്താ ചെയ്തത്? ഈ 6R + 6നെ 2R എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായി. ശ്രദ്ധിച്ചേ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പോൾ 2Rഉം 6ഉം പരസ്പരം എന്താണ്? പാരലലാണ് അല്ലേ? സോ ദിസ് ഇസ് 1/R + 1/2R. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് 1/R + 1/2R എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? സോ ദിസ് ഇസ് 2 + 1/2R, ഓർ ദിസ് ഇസ് 3/2R, ഓർ 2/3R. ഓക്കെ ആണല്ലോ? 2/3R. സോ ദിസ് ഇസ് ബേസിക്കലി 2/3R. അപ്പോൾ എന്ത് ചെയ്യാം? അടുത്തതിൽ നിങ്ങൾക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? R. ഓക്കെ, ഇതേ സാധനത്തിന് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്തായി? 6 ആയി, ഇവിടെ 2/3R ആയി, ഇവിടെ 6 ആയി, ഇവിടെ 2R ആയി, ഇവിടെ 6 ആയി, ഇവിടെ 2/3R ആയി, ഇവിടെ 6 ആയി. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ഇത് മൂന്നും സീരീസിലാണ് അല്ലേ? സോ ദിസ് ഇസ് ബേസിക്കലി വാട്ട്? R + R + 2/3R, R + R + 2/3R, ഓർ ദിസ് ഇസ് 2 + 2/3R, 2R + 2/3R എന്ന് പറയുമ്പോൾ എത്ര വരും? 2 × 3 6, 6 + 2 8/3R. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം ഇതിനെ? സോ ദിസ് ഇസ് 8/3R, ദിസ് ഇസ് 2R, ദിസ് ഇസ് 8/3R. ഇപ്പം നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് ഈ ഫോമിലേക്ക് എത്തി. ഇനി ശ്രദ്ധിച്ചേ, നൗ 8/3R and 8/3R and 2R are in parallel. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഹാപ്പൻസ്? ശ്രദ്ധിച്ചേ, അപ്പം എന്ത് പറ്റി? സോ ദിസ് ഇസ് ഈക്വൽ ടു 1/8/3R + 1/2R + 1/8/3R. മനസ്സിലായോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് 4R/5. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. മനസ്സിലായോടാ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എങ്ങനെയാണ് ഒരു സിമെട്രിക്കൽ സർക്യൂട്ടിനെ റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോടാ? ജസ്റ്റ് ഒന്ന് പറഞ്ഞ്. ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ 10 പേരും കൂടെ പോയി 57 ആളായി. നല്ല കുട്ടികളാട്ടോ, എനിക്കിഷ്ടമായി നിങ്ങളെ. പറഞ്ഞേ, ഇത് മനസ്സിലായോടാ? എങ്ങനെയാണ് മെത്തേഡ് ഓഫ് സിമെട്രി അപ്ലൈ ചെയ്യേണ്ടതെന്ന്, ഏത് കണ്ടീഷനിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് മനസ്സിലായോടാ? ശ്രദ്ധിച്ചേ, പറഞ്ഞേ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും റിപ്ലൈഡ്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ബിക്കോസ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഓക്കെ ആണല്ലോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു മാറിയിട്ട് എക്സെപ്ഷൻ പോലെ വരുന്നൊരു സർക്യൂട്ട് ഉണ്ട് സാർ, അത് കാണിച്ചു തരാം. ഇതിൽ കൊടുത്തിട്ടുണ്ടോട്ടെ. യെസ്, ശ്രദ്ധിക്കാം. ഇതാണ് ആ സർക്യൂട്ട്. കണ്ടോ? ഈ സർക്യൂട്ട് കാണുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? എഗെയിൻ ഇത് സിമെട്രിയാണ് അല്ലേ?
ഈ ലൈൻ അക്രോസ് ഒരു സിമെട്രി കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഈ ലൈൻ അക്രോസ് ഒരു സിമെട്രി കിട്ടണമെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ലൈൻ അക്രോസ് ഒരു സിമെട്രി ഉണ്ടെങ്കിൽ ആ ലൈനിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസും 0 ആയിരിക്കും. അതായത് അതിലൂടെ കറണ്ട് ഒഴുകില്ല. നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് കൺസെപ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ വാട്ട് ഹാപ്പൻസ്, ഇവിടെ ഈ ആറിലൂടെയും ഈ ആറിലൂടെയും കറണ്ട് ഒഴുകില്ല. ഇതിലൂടെ ഈ 2 ആറിലൂടെയും കറണ്ട് ഒഴുകില്ല. സോ വാട്ട് ഹാപ്പൻസ്, യു ക്യാൻ ഡ്രോ ഇറ്റ് ടു സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് ഇങ്ങനൊരു സർക്യൂട്ട് ആവും. ഇത് 2R ആണ്, ഇത് 2R ആണ്, ഇത് 2R ആണ് അല്ലേ? സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. 3 2R ഇൻ പാരലൽ, സോ ഇറ്റ് ഈസ് 2R/3. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് സിമെട്രി വിത്ത് ആൻ എക്സെപ്ഷൻ കേട്ടോ. മറ്റോടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നീക്കി വയ്ക്കുക ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ആ സാധനത്തിലെ ആ 2 ആറിലൂടെയും പോകുന്ന കറണ്ടിനെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? 2/3R മനസ്സിലായോടാ? ഇത് മാത്രമാണോ എക്സെപ്ഷൻ സാർ? ആക്ച്വലി എന്താ പറയുക, നീമ നമുക്ക് ഇതേപോലെ നീ ഒരു എന്ത് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിലും, എന്ത് പാരലൽ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിലും അതിൻ്റെ മിഡ് ലൈൻ നീ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ വരയിലൂടെ നീ ഏതെങ്കിലും റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഉള്ള സർക്യൂട്ട് റെസിസ്റ്റൻസിലൂടെ ഒന്നും കറണ്ട് ഫ്ലോ ചെയ്യില്ല. ദാറ്റ് ഈസ് എ ജനറൽ എക്സെപ്ഷൻ കേട്ടോ. ദാറ്റ്സ് എ ജനറൽ എക്സെപ്ഷൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി അടുത്ത മെത്തേഡാണ് നോഡൽ മെത്തേഡ്. ദിസ് ഇസ് നോൺ ആസ് നോഡൽ മെത്തേഡ്. ഓക്കെ ആണല്ലോ? ഓർ ഐ ഓൾസോ കോൾ ദിസ് എസ് പൊട്ടൻഷ്യൽ ഇപ്പം എന്തൊരു പേരുണ്ടായിരുന്നു, വാട്ട് വാസ് ഇറ്റ്? ഓക്കെ, ഞാൻ പേര് മറന്നുപോയി. നോഡൽ മെത്തേഡ് എന്ന് പഠിക്കാം നമുക്ക് കേൾക്കാം. ഓക്കെ, സോ എന്താണ് നോഡൽ മെത്തേഡ്? ശ്രദ്ധിക്കാം. നോഡൽ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ എന്താണെന്ന് പറയാം. നോഡൽ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻസ് സർക്യൂട്ടിൽ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും സ്ട്രെയിറ്റ് ലൈൻ കാണുമ്പോൾ പേടിക്കും, അല്ലാ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മനസ്സിലാക്കുക, അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി നോഡൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനൊരു സർക്യൂട്ട് കിട്ടിയാൽ ആദ്യം ഒരു തലക്കിൽ VA എന്നും അടുത്ത തലക്കിൽ VB എന്നും എഴുതാം. ഓക്കെ ആണല്ലോ? ഒരു തലക്കിൽ VA എന്നും അടുത്ത തലക്കിൽ VB എന്നും എഴുതാം. എന്നിട്ട് വാട്ട് ഹാപ്പൻസ്, ആദ്യം ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നീ ഒരു ഇത് കൊടുക്കുക. സപ്പോസ് യു ആർ അസൈനിങ്, യു കോൾ ദിസ് എസ് V1. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ലൈനിന് എങ്ങോട്ടൊക്കെ ഡൈവേർഷൻ ഉണ്ടോ അതിലൂടെയൊക്കെ നീ പോയി നോക്കാം. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വല്ല റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. റെസിസ്റ്റൻസ് ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുമോ? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ല. സോ ഇത് V1 ആണെങ്കിൽ ഇതും V1 ആയിരിക്കും. മക്കളെ ഓർത്തിരിക്കുക, ഒരു ഷോർട്ട് സർക്യൂട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറണ്ട് അതിലൂടെ പോകുന്ന സമയത്ത് ഒരിക്കലും അതിൽ എന്തുണ്ടാവില്ല, കറണ്ട് ഒഴുകില്ല. സോ ദിസ് വിൽ ബി ബേസിക്കലി എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ അതിൽ V1 ആണെങ്കിൽ മറ്റേടത്തും V1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? മറ്റേടത്തും V1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അത് V1 കൊടുത്തു. ഇനിയുള്ള കാര്യം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം വേറൊന്നും ഇടല്ല, ഞാനതിനെ V2 എന്ന് വിളിക്കുകയാണ്. സപ്പോസ് ഇതിനെ V1 എന്നും ഇതിനെ V എന്നും വിളിക്കുകയാണ്. ഓക്കെ, ഇതിനെ V1 എന്നും V എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടോ, അപ്പോൾ ഇതിൽ അസിസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ VA എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ VB എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? VA എന്ന് മാർക്ക് ചെയ്തു, VB എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നീ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മൾ ഒരു V കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ 2 പൊട്ടൻഷ്യൽസ് ആണുള്ളത് അല്ലേ? നമുക്ക് V എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, V1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സോ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ V എന്ന് കൊടുക്കാം, അതുപോലെ ഇവിടെ V1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. V എന്ന് കൊടുത്തു, V1 എന്ന് കൊടുത്തു. ആദ്യം നീ നോക്കേണ്ടത് VAയ്ക്കും Vയ്ക്കും ഇടയിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് നോക്കാം. ഇതാണ് VA, ഇതാണ് V. VAയ്ക്കും Vയ്ക്കും ഇടയിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ, അതവിടെ കൊടുക്കുക. ഓക്കെ ആണല്ലോ? ദാറ്റ് ഇസ് ഓർ. അടുത്തത് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞു. അടുത്ത പോയിന്റ് ഏതാ? Vയും V1ഉം. അടുത്തതെടുത്തു Vയും V1ഉം. അതിനിടയിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 2 റെസിസ്റ്റൻസ് ഉണ്ട്. അത് പാരലാക്കി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞു.
അടുത്ത നോക്കേണ്ടത് എന്താണ്? വിക്കും വി ബിക്കും ഇടയിൽ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? വിക്കും വി ബിക്കും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? സോ ദാറ്റ് യു ഷുഡ് ഗിവ് എസ് ഇങ്ങനെ കൊടുക്കുക. കൊടുത്തു. ഓക്കെ ആണല്ലോ? അത് കൊടുത്തു. ഇനി വി എക്കും വി ബിക്കും ഉള്ള റെസിസ്റ്റൻസ് ഏതെങ്കിലുണ്ടോ? ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ദി സിംപ്ലിഫൈഡ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? അതിനൊന്ന് വൃത്തിക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് വി എ വരച്ചു, ഇത് ആർ ആണെങ്കിൽ ഇത് വി വൺ ആണ്, ഇത് വി ബി ആണ്. ദിസ് വിൽ ബി ആർ ആൻഡ് പിന്നെ ദിസ് വിൽ ബി 2R, ദിസ് വിൽ ബി ആർ ആൻഡ് ദിസ് പോയിന്റ് ഇസ് ബി. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ദി നോഡൽ മെത്തേഡ് ഓഫ് സോൾവിങ്. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് നോഡൽ മെത്തേഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ എളുപ്പമാണ് അല്ലേ? 2R ആൻഡ് R is in series parallel. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് എടുക്കുക. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ദാറ്റ് വിൽ ബിക്കം, ഇപ്പം എന്താ ഇത്, വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് 2R ഉം അല്ലേ? 2R ഉം R എടുക്കുക, അത് പാരലാണ് ആൻഡ് യു ഹാവ് ടു അപ്ലൈ ദിസ് ഓൾസോ. പക്ഷേ ആക്ച്വലി ഇതിൽ അതിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിനക്കത് സീക്വൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇതിലൊരു ഈസി വഴി എന്താ അറിയോ? ശ്രദ്ധിക്കുക. നീ കറണ്ടാണെന്ന് വിചാരിക്കുക, നീ ഇതിലൂടെ ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് രണ്ട് വഴിയുണ്ട്, ഇതിലൂടെ പോവാം. പക്ഷേ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു കറണ്ട് ഒരിക്കലും റെസിസ്റ്റൻസ് ഉള്ള വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവൻ അതിലൂടെ പോവുകയേ ചെയ്യില്ല. കാരണം ഇവിടെ ഫ്രീ ആയിട്ടുള്ളൊരു വഴിയുണ്ട്, ഒരൊറ്റ പോക്കത് കൂടെ. അതായത് ഇതിലൂടെ കറണ്ട് ഒഴുകില്ല, നേരെ ഇതിലൂടെ പോകും. ശ്രദ്ധിച്ച്, അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ എന്താ പോവുള്ളൂ? ഇവിടെ റെസിസ്റ്റൻസ് ആർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ആർ ഉണ്ട്, ആർ പ്ലസ് ആർ 2R. സോ 2R is effective resistance. What is effective resistance? Effective resistance is 2R. മനസ്സിലായോ? ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് നോഡൽ മെത്തേഡ് ഓർ ഷോർട്ട് സർക്യൂട്ടിംഗ്. ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എവിടെയൊക്കെ നിനക്ക് സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടുന്നോ അതിലൂടെ ഒന്നും കറണ്ട് ഒഴുകില്ല. സോ യു ക്യാൻ ഓൾവേസ് ഒമിറ്റ് ദോസ് റെസിസ്റ്റൻസ്. മനസ്സിലായോടാ? ദിസ് ഈസ് നോൺ ആസ് നോഡൽ മെത്തേഡ്. എല്ലാവർക്കും നോഡൽ മെത്തേഡ് മനസ്സിലായോ? നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലൂടെ 1-2 എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? 2R-ലൂടെയും R-ലൂടെയും കറണ്ട് ഒഴുകില്ല. അതാണ് എനിക്ക് പറയാനുള്ള ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കണ്ടോ? നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോടാ, ഒരു കറണ്ട് ഇവിടെ വന്നു. ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടോ? ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ശ്രദ്ധിച്ചേ. ഇവിടെ ഇങ്ങനെ കറണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 2R-ൻ്റെയും ഒരു R-ൻ്റെയും സർക്യൂട്ട്, 2R-ൻ്റെ R-ൻ്റെ സർക്യൂട്ട് നിൽക്കുകയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇതിലൂടെയൊക്കെ കയറി കഷ്ടപ്പെടും, അത് ഇതിലൂടെ ഇറങ്ങിപ്പോവും. കറണ്ട് ഇതിലൂടെ ഇറങ്ങിപ്പോവും. സോ വാട്ട് ഹാപ്പൻസ്, ഇതിലൂടെ കറണ്ട് ഒഴുകില്ല. അപ്പോൾ അതിലൂടെയുള്ള റെസിസ്റ്റൻസ് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് നോൺ ആസ് നോഡൽ മെത്തേഡ്. ഓക്കെ ആണോടാ? ദാറ്റ് ഈസ് നോൺ ആസ് നോഡൽ മെത്തേഡ്. ഓക്കെ. സോ ഹൂസ് ദിസ് ഗായ് പറഞ്ഞേ? ഹൂസ് ദിസ് ഗായ്? ക്രൂഡോക്ക് ഒന്നുമല്ല. ഹൂസ് ദിസ് ഗായ് പറഞ്ഞേ? ദിസ് ഗായ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ. അതിന് മുന്നേ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് 1-2 ഈസി ടെക്നിക്സ് പറഞ്ഞുതരാം. ഓക്കെ. സോ ഇതാണ് കാര്യം, ശ്രദ്ധിക്കുക. ഓക്കെ. 3 റെസിസ്റ്റൻസ് R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V1, V2, V3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് R1. അതായത് ഇപ്പോൾ 2 Ohm, 3 Ohm, 4 Ohm. ഇവിടെ 2 വോൾട്ടേജ്, 3 വോൾട്ടേജ്, 4 വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി. മൊത്തം 4 + 3 7 + 2 9 വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് V1? ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. V1 is equal to R1 + R2 + R3 into V. അതുപോലെ V2 is equal to R2 / R1 + R2 + R3 into V. അതുപോലെ V3 is equal to R3 / R1 + R2 + R3 into V. മനസ്സിലായോടാ? മനസ്സിലായോ? സോ V1, V2, V3. ഓക്കെ ആണല്ലോ? സോ ഇതാണൊരു കാര്യം. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ആണ്, ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് V1 is equal to R1 / R1 + R2 + R3 into V. ഇത് ചെയ്യുക. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഒരു കേസ് നമ്മുടെ പാരലലിലും വരുന്നുണ്ട്.
ഒരു കറണ്ട് ഐ വരികയാണ് ആൻഡ് ഇറ്റ്സ് സ്പ്ലിറ്റ്സ് നൗ. ഓക്കെ, R1 ആണിത്, R2 ആണിത്, ഇതിലൂടെ പോകുന്ന കറണ്ട് I1, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ I1 is equal to R2 by R2 plus R1 into I. അതുപോലെ I2 is equal to R1 by R1 plus R2 into I. മക്കളെ ഈ ഇക്വേഷനൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് എഴുതി കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഈസി ഇക്വേഷൻസ് ഉണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും, കാരണം നമുക്കറിയില്ല എങ്ങനെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണുക, എങ്ങനെയാണ് ഡയറക്റ്റ് കറണ്ട് ഡ്രോപ്പ് കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യനാടാ. ഇവിടെ 3 ohm ഉണ്ടാവും, ഇവിടെ 4 ohm ഉണ്ടാവും, ഇവിടെ 5 ampere പോയിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് ഓഫ് 4 ohm. നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കും, മനസ്സിലായോ? സോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, സോ അതവിടെ വെക്കുകയാണ്. ആൻഡ് വി ആർ മൂവിങ് ടു 1 റെസിസ്റ്റർ കേട്ടോ. ഈ റെസിസ്റ്റർ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് ഉത്തരം പറയാൻ പറ്റുമോ നോക്കണം. ശ്രദ്ധിച്ചേ, ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടല്ലോ, ഈ റെസിസ്റ്റൻസ് സർ 3 റെസിസ്റ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യും? 3 റെസിസ്റ്റേഴ്സ് വന്നാൽ എന്താ പ്രശ്നം? I1 is equal to R2 by R1 plus R. 3 എണ്ണം വന്നാൽ, നല്ല ചോദ്യം കേട്ടോ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതിനുള്ളൊരു ഉത്തരം ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? R1, R2, R3. അങ്ങനെയാണെങ്കിൽ I1, I2, I3 ഇങ്ങനെയാണ് കറണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ I1 is equal to R2 plus R3 by R1 plus R2 plus R3 into I. അതായത് ഇപ്പോൾ നിനക്ക് R1ലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ R1 ഒഴിവാക്കുക. അപ്പോൾ R2 plus R3 ഹോൾ ഡിവൈഡഡ് ബൈ R1 plus R2 plus R3. ഇതിപ്പോൾ 4ാമത്തെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താവും? R1ത്തെ കാണണമെങ്കിൽ R2 plus R3 plus R4 ആവും. ഇനി R2ലൂടെ കാണണമെങ്കിലോ I2 is equal to R1 plus R3 by R1 plus R2 plus R3. മനസ്സിലായോ? ഏത് റെസിസ്റ്ററാണോ ഇല്ലാത്തത് അത് ഏത് റെസിസ്റ്റൻസിലൂടെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഒമിറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അതിനെ ഒമിറ്റ് ചെയ്യുക. മനസ്സിലായോ? ഗ്രേറ്റ്. ഇത് കണ്ടിട്ട് കുറേ കുട്ടികൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കും, ഇത് എ ആണ്, ഞാൻ വി എന്ന് അസിസ്റ്റ് ചെയ്തു. അത് എ ആണെങ്കിൽ ഇതും വി എ ആണ്. കാരണം അതിൽ റെസിസ്റ്റർ ഒന്നുണ്ടോ? ഇല്ല. ഇവിടെയും വി എ ആണ്, ഇവിടെയും വി എ ആണ്, ഇവിടെയും വി എ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ബി ആണല്ലോ. അപ്പോൾ ഇവിടെയും വി ബി ആണ്, ഇവിടെയും വി ബി ആണ്, ഇവിടെയും വി ബി ആണ്, ഇവിടെയും വി ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വി എ ഇവിടെ കൊടുക്കുക, വി ബി ഇവിടെ കൊടുക്കുക. വി എക്കും വി ബിക്കും ഇടയിൽ വേറെ ഏതെങ്കിലും പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വി എയും വി ബിയും മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ വി എയും വി ബി മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇത് വി എക്കും വി ബിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, വി എക്കും വി ബിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, വി എക്കും വി ബിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത വി എക്കും വി ബിക്കും ഇടയിൽ അടുത്ത റെസിസ്റ്റർ, വി എക്കും വി ബിക്കും ഇടയിൽ അടുത്ത റെസിസ്റ്റർ. അടുത്തത് വി എക്കും വി ബിക്കും ഇടയിൽ അടുത്ത റെസിസ്റ്റർ, വി എക്കും വി ബിക്കും ഇടയിൽ അടുത്ത റെസിസ്റ്റർ. ശ്രദ്ധിച്ചേ, ഇപ്പം എന്താ പറ്റിയേ? ഇത് 3 റെസിസ്റ്ററിനെ പാരലാക്കി വെക്കുന്ന അതേ പരിപാടിയാണ്. ഹിയർ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R effective is R/3. ഹിയർ R effective is R/3. മനസ്സിലായോടാ? R effective is R/3. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി അധികം റെസിസ്റ്റൻസിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സെല്ലും പൊട്ടൻഷ്യോമീറ്ററും കിർച്ചോഫൊക്കെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് സമയമുണ്ട് നമ്മൾ വരും. അതിന് മുന്നേ ഒരു സാധനം കൂടെ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് R, 2R, 4R, 8R അങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് R, 2R, 4R, 8R, 16R, 32R മൊത്തം പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ആർ എഫക്റ്റീവ് വിൽ ബി R/2. ഒന്ന് കാണാപ്പാടം പഠിക്കുക കേട്ടോ. ആർ എഫക്റ്റീവ് വിൽ ബി R/2. ഓക്കെ ആണല്ലോ, ഫൈൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിട്ടുപോരുന്ന ആഗ്രഹമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ ഓരോ സൈഡിലും എല്ലാ സൈഡിലും റെസിസ്റ്ററാണ്. ഞാൻ വരച്ച് കൊളാക്കുന്നില്ല, എല്ലാ സൈഡിലും റെസിസ്റ്ററാണ് കേട്ടോ, എല്ലാ സൈഡിലും റെസിസ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽസ് AB? ഇങ്ങനെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് അക്രോസ് AB ഓർ 2 നിയർ കോർണർ, 2 അടുത്തുള്ള കോർണറിന് അക്രോസ് ആണെങ്കിൽ R എഫക്റ്റീവ് അല്ലെങ്കിൽ RAB ഈസ് ഈക്വൽ ടു 7/12R. ഓക്കെ ആണല്ലോ, ഇത് ഓരോന്നും R ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, വാട്ട് ഈസ് ബിറ്റ്വീൻ ഫേസ് ഡയഗണൽ, ഇതിനെ C എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എക്കും സിക്കും ഇടയിൽ കേട്ടോ. അപ്പോൾ RAC ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് 3/4R ആയിരിക്കും. അടുത്തത് മെയിൻ ഡയഗണൽ, അതായത് ഇതിനെ ഞാൻ D എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ RAD എന്ന് പറയുന്നത് 5/6R ആയിരിക്കും. 5/6R ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സെയിം ഫേസ്, ഓപ്പോസിറ്റ് ഫേസ്, ഓപ്പോസിറ്റ് ഡയഗണൽ. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഇതാണ് കാര്യം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കിർച്ചോഫ് ലോ കേട്ടോ. കിർച്ചോഫ് ലോനെ കുറിച്ച് ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇത് കിർച്ചോഫ് ആണെന്നാണ്, ദിസ് ഇസ് കിർച്ചോഫ്. ഓക്കെ ആണല്ലോ, ഇത് കിർച്ചോഫ് ആണ് കേട്ടോ, സയൻറ്റിസ്റ്റ് കിർച്ചോഫ് ആണ്. ഓക്കെ, സോ കിർച്ചോഫ് ലോ 2 ലോ ആണുള്ളത്. ഫസ്റ്റത്തെയാണ് ജംഗ്ഷൻ ലോ. എന്താണ് ജംഗ്ഷൻ ലോ പറഞ്ഞത്? ശ്രദ്ധിച്ചേ, ജംഗ്ഷൻ ലോ പറഞ്ഞത് എത്രയാണ്? എത്ര കറണ്ടാണോ ഒരു സർക്യൂട്ടിൽ വരുന്നത് അത്രയും കറണ്ട് ആ സർക്യൂട്ടിനെ വിട്ടു പോവുകയും ചെയ്യും. എന്താണ്? എത്ര കറണ്ടാണോ ഒരു സർക്യൂട്ടിൽ വരുന്നത് അത്രയും കറണ്ട് ആ സർക്യൂട്ടിനെ വിട്ട് പോകുക തന്നെ ചെയ്യും. ഓക്കെ, സോ I3 വന്നു, I2 വന്നു, I4 വന്നു. അപ്പോൾ എന്ത് പറ്റി? I2 + I3 + I4 വന്നാൽ I1 + I5 പുറത്തേക്ക് പോകണം അല്ലേ? I1 + I5 = I2 + I3 + I4. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യം, എന്ത് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോ ഉള്ളത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് ചാർജ് കേട്ടോ. ദിസ് ഇസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് സെക്കൻഡ് ലോ ഓർ ലൂപ്പ് ലോ. സെക്കൻഡ് ലോ ഓർ ലൂപ്പ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ സർക്യൂട്ട് ഈസ് 0. അതായത് ഇൻറ്റഗ്രൽ IR + സിഗ്മ I = 0. ഇതിന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ സമയത്ത് എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് സെക്കൻഡ് ലോ. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ബേസിക്കലി യുവർ സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു സെൽസ്. ഇനി നമ്മൾ സെൽസിലേക്ക് കയറാണ് കേട്ടോ. 1 hour 40 minutes ആയി. ഓക്കെ, നമുക്കിനൊരു 20, 30, 35 കൂടിപ്പോയൊരു 35 minutes കൂടെ കഷ്ടം, ഒരു 30 minutes കൂടെ കിട്ടുള്ളൂ. അതിനുള്ളിൽ എനിക്ക് സെൽസ് തീർക്കണം, പൊട്ടൻഷ്യോമീറ്റേഴ്സ് തീർക്കണം, ക്വസ്റ്റ്യൻസ് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസിനടുത്ത് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ത്രൂ ദ സെൽസ് പാർട്ട്. ഓക്കെ, സോ ആദ്യം സെൽസ്. നിങ്ങൾക്കറിയാം സെൽസ് എന്ന് പറയുന്നത് എന്താണ്? സെൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ ആണല്ലോ, ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, സോ എന്താ പറയുക, പിന്നെ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. സോ ആസ് യു ഓൾ ഗൈസ് ഹവ് വിഷ്ഡ്. ഓക്കെ, സോ ടുഡേ ഇസ് മൈ ടുഡേ വാസ് മൈ ബർത്ത്ഡേ. ഇപ്പോൾ ടുഡേ അല്ല, യെസ്റ്റർഡേ വാസ് മൈ ബർത്ത്ഡേ. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പെട്ടുപോയതായിരുന്നു. ഓക്കെ ആണല്ലോ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഗ്രേറ്റ്. ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വിഷ് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. എന്താണ്, ഇൻസ്റ്റയിൽ ഐ കീപ് സം, ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ജസ്റ്റ് പുട്ട് എ പോസ്റ്റ് ഓൾസോ. ഞങ്ങൾ പോയതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. സോ ഹൂഎവർ വാണ്ട് ടു സേ ഇറ്റ് ക്യാൻ സേ ഇറ്റ് ഫ്രം ദി ഇൻസ്റ്റ. ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ്. നല്ലൊരു രസമായിരുന്നു. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പറയാം, നമുക്ക് ഈ MBBS ആവുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഫൈനൽ ഇയർ ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് ഒന്നുമില്ലെങ്കിൽ, അതായത് ക്ലാസ്സസ് റെഗുലർ ക്ലാസ് ആണെങ്കിൽ 4 മണി വരെ ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഞങ്ങളെപ്പോഴും ഒരുമിച്ച് ഞങ്ങളൊരു 10-12 പേര് നമ്മൾ ഒരുമിച്ച് എപ്പോഴും പോസ്റ്റിംഗ് ഉണ്ടാവും. നമ്മൾ ഒരേ സ്ഥലത്ത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർത്തോ എല്ലിൻ്റെ പോസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും വിചാരിക്കും ഒരുമിച്ച് പുറത്ത് പോകണം. ഒരു കാരണം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇന്നിപ്പോൾ ഇരുന്നിട്ടാണെങ്കിൽ ഇതൊക്കെ ഇതായപ്പോഴാണ് പെട്ടെന്ന് ബർത്ത്ഡേ അല്ലേ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പോവാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ പോയി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇവൻറ്റ്. ഓക്കെ, സോ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനത്തെ ലിറ്റിൽ കാര്യങ്ങളൊക്കെ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യും. കാരണം വേറെ ഒന്നും ടൈം കിട്ടാറില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കുറവാണ്, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണ്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. ആൻഡ് മെയിൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളിപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. രാത്രി പകൽ ഇപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12:05. ഈ 12:05 ആയിട്ടും യു ഗൈസ് ആർ സിറ്റിംഗ് വിത്ത് മീ, യു ഗൈസ് ആർ സ്റ്റഡിയിങ് വിത്ത് മീ, ആൻഡ് ദാറ്റ് ജസ്റ്റ് ഷൂസ് ഹൗ മച്ച് ഓഫ് ഇൻപുട്ട് ദാറ്റ് യു ഗൈസ് ആർ പുട്ടിങ് ഫോർ. നിങ്ങളുടെ ഒരു ഇൻപുട്ട് തന്നെയാണ് അത് കാണിക്കുന്നത്. അതിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഐ എം ഫീലിംഗ് ലൈക്ക് സോ ഹാപ്പി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങളുടെ ബാച്ചിൽ 13 പേരെല്ലാവരും കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതിങ്ങനെ എത്തി. ഇപ്പോൾ കിട്ടുന്ന ഈ ചെറിയ ചെറിയ ഹാപ്പിനെസ് നമുക്കൊരിക്കലും ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? സോ ഇറ്റ്സ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവരൊക്കെ കൂടുന്നവരൊക്കെ പറയുന്നുണ്ട് ക്ലാസ് കയറുന്ന സമയത്ത് പറയണം, ഇവിടെ നന്നായിട്ട് പഠിക്കണം, ഇവിടെ വരണം. കാരണം അന്ന് കുറേ കഷ്ടപ്പെട്ട് പഠിച്ചു. അതിൻ്റെയൊക്കെ എൻഡായിട്ട് ഇപ്പോൾ വി ആർ ലൈക്ക് സോ ഹാപ്പിലി ലിവിങ്. ശരിയാണ്, ഞങ്ങൾക്കും PG എക്സാംസ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബട്ട് എങ്കിൽ പോലും ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഞാൻ എന്താ പറയുക, നിങ്ങളുടെ അടുത്തൊക്കെ കിട്ടുന്നവരോ അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടിയവരോടൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കാം, ലൈക്ക് ഹൗ വാസ് ദെയർ ജേർണി, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് മെഡിക്കൽ കോളേജ് എന്നുള്ളതൊക്കെ. ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ലിവിങ് ഇൻ എ ഡ്രീം. കാരണം നമ്മൾ വളരെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാരാണ് അവരുടെ ഡ്രീമിൽ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരും അമ്മമാരോട് ചോദിച്ചു നോക്കാം, അവരൊക്കെ പറയും മോളെ എനിക്ക് ഡോക്ടർ ആവാനും ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് പ്രൊഫസർ ആവാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് CA ആവാനാണ്. അവർക്ക് അത് ഈവൻ അച്ഛനാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർക്കതൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ യുണീക്ക് സോൾ എന്താ പുട്ട് AC എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു ജീവിതം ജീവിക്കുമ്പോൾ അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ഞാൻ ആക്ച്വലി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതും ഈ രാത്രി 12-12:15 നിങ്ങൾ ഇരുത്തി പഠിപ്പിച്ചു തരുന്നതും ഇതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ടു എൻറ്റർ ഇൻ ടു യുവർ ഡ്രീം ലൈഫ്, ടു ലിവ് എ ലൈഫ് ഇൻ യുവർ ഡ്രീംസ് അല്ലേ? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് ഡോക്ടറാണെന്നൊരു ആഗ്രഹം കൂടിയാണ്. അങ്ങനെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്യാച്ച് അല്ലേ? സോ ഐ ജസ്റ്റ് ഹാവ് ടു സേ വൺ തിങ്, ഇഫ് യു ആർ സിറ്റിംഗ് അറ്റ് ദിസ് ലൈക്ക് 12-10 12-10 നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ഡ്രീം ടു റിയാലിറ്റി അല്ലേ? നമ്മൾ ഡോക്ടർ ആയാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ല, ഡോക്ടർ ആയിട്ട് ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? സോ സം തിങ്സ് ആർ മെൻ ടു ബി പ്രൂവ്ഡ് ദാൻ സെയിങ് അല്ലേ? നമ്മളിങ്ങനെ എപ്പോഴും പറയും നമുക്കിങ്ങനെ ഡോക്ടർ ആവണം, പക്ഷേ ഡോക്ടർ ആയിട്ടല്ലേ ഇതൊക്കെ പറയേണ്ടത് അല്ലേ? നമ്മൾ പറയും എനിക്ക് ഒരുപാട് പേഷ്യൻസിനെ ഫ്രീ ആയിട്ട് നോക്കണം, ഒരുപാട് പേരെ സഹായിക്കണം, അങ്ങനെ ഒരുപാട് നല്ല കോഴ്സസ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഡൂയിങ് ഓൾ ദീസ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ ലൈഫ് വിച്ച് ഇസ് ഗോയിങ് ടു ബി ചേഞ്ച് അല്ലേ? അതായത് ഇപ്പോൾ ലൈവ് കണ്ടു കഴിഞ്ഞ് കുറച്ച് പേര് ലൈവിൻ്റെ ഇടയിൽ എക്സിറ്റ് ചെയ്ത് പോകും, കുറച്ച് പേര് അവസാനം വരെ നിൽക്കും. ഞാൻ എപ്പോഴും നോക്കാറ് അവസാനത്തെ വാക്കും കേൾക്കാൻ എത്ര പേര് നിൽക്കുന്നുണ്ട് എന്നാണ്. കുറച്ച് ആൾക്കാർ കൺസിസ്റ്റൻ്റ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞുതരാം അല്ലേ? സോ ദിസ് ഇസ് ബേസിക്കലി എന്താ പറയുക, ദിസ് ഇസ് ദി ബെസ്റ്റ് ടൈം ടു ഷോ ഇറ്റ്. കാരണം നിങ്ങൾ ആ ഒരു ലൈഫ് ജീവിച്ച് തുടങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കും ഹൗ മച്ച് യു ക്യാൻ ഡു അല്ലേ? അത് മാത്രമല്ല നിങ്ങൾ ഓരോ മൊമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പം നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ തോന്നാറില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഈ ഫിസിക്സ് വാട്ട് ഫിസിക്സ്, ഹൂ കെയർസ് ഫോർ ഫിസിക്സ്, ആരാ ഫിസിക്സ് ഒക്കെ നോക്കുന്നതെന്ന് പറയും. പക്ഷെ അതുപോലെയല്ല നിങ്ങൾ MBBS പഠിക്കുമ്പോൾ. ദെയർ യു ആർ സ്റ്റഡിങ് യുവർ ഡ്രീം. നിങ്ങൾ എന്താണോ പഠിക്കണമെന്ന് വിചാരിച്ചത് അത് പോയി പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കും, താനെ നിങ്ങളത് പഠിക്കും. പിന്നെ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. ഇറ്റ് വിൽ ജസ്റ്റ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോകുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ ഇങ്ങനെ കാണുക, അവരോടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ആസ് എ പേഴ്സൺ ഹൂ ഹാവ് ലിവ്ഡ് ഇൻ CMC ഫോർ ലൈക്ക് 5 years. ഞാൻ 2018
2018 ഓഗസ്റ്റ് 1 ഞാൻ CMCയിൽ ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോൾ 2022-23 ആകുമ്പോഴേക്കും ഇറ്റ്സ് ബീൻ 5 years അല്ലേ, മേ ബി ഒരു 8 months കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 4.5 വർഷത്തെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ രാത്രി വന്നിരുന്ന് പഠിപ്പിക്കുന്നത്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വന്നാൽ പോലും കാര്യം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോകാമെന്നല്ലാണ്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഐ എം ടീച്ചിങ് ദിസ് ബിക്കോസ് ഐ ലവ് ടു ഡു ഇറ്റ്. അതുപോലെ തന്നെ ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ദ തിങ്സ് യു ലവ്, യു വിൽ നെവർ ഫീൽ ഇറ്റ് ആസ് എ ബർഡൻ. നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടാവില്ല. യു വിൽ ബി ഓൾവേസ് ഹാപ്പി ടു ഡു ഇറ്റ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈവൺ നൗ സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ ടൈം ആൻഡ് സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദ ഫ്യൂച്ചർ. അതായത് 2-3 മാസത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എവിടെയാണ്, ദാറ്റ് ബേസിക്കലി ഗിവ്സ് യു ദി ഇനഫ് മോട്ടിവേഷൻ ഓർ ഇനഫ് പുഷ് ടു ഗെറ്റ് ഓൾ ത്രൂ ദി ജേർണി. ഈ ഒരു കംപ്ലീറ്റ് യാത്രയും നടന്ന് തീർക്കാനുള്ള എനർജി ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ ആണല്ലോ? ഫൈൻ. അന്നത്തെ നീറ്റൊക്കെ വലിയ പ്രശ്നമായിരുന്നു തന്നെ, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അന്നത്തെ നീറ്റൊക്കെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് സോ ഡിഫിക്കൽട്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് പറയാണ്ടായിരുന്നു, പറഞ്ഞു. എനിവേ ലെറ്റ്സ് മൂവ് ബാക്ക് ടു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. Dream and achieve it, right? Okay, so electromotive force. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? നിങ്ങൾക്ക് ഒരു ബാറ്ററി എന്താണെന്ന് അറിയാം അല്ലേ? ഈ ബാറ്ററി എന്താണെന്ന് അറിയാം. ഈ ബാറ്ററിയുടെ 2 എൻഡിലും ആയിട്ട് VA-VBയിൽ ഈ 2 എൻഡിനും ഇടയ്ക്ക് ഒരു കറണ്ടും അതിന് നമ്മളൊരു സർക്യൂട്ടൊന്നും കൊടുത്തിട്ടില്ല, വെറുതെ ഒരു ബാറ്ററി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 എൻഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ends വെൻ നോ കറണ്ട് ഈസ് ഡിറൈവ്ഡ്. ഓക്കെ ആണല്ലോ? ഒരു കറണ്ടും ഡിറൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ 2 എൻഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? EMF ഡിപ്പെൻഡ്സ് ഓൺ. EMF എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക പറഞ്ഞേ. ഒന്ന്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദിസ് ഈസ് ഫ്രം NCERT, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ ആണല്ലോ? ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് മെറ്റൽ ഓഫ് ഇലക്ട്രോഡ്. ഏത് ഇലക്ട്രോഡ് അതിന് ഉള്ളിൽ കീപ്പ് ചെയ്തില്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് EMF ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. EMF ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏരിയ ഓഫ് പ്ലേറ്റ്സ്, 2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്, 3 സൈസ് ഓഫ് സെൽ. ഓക്കെ ആണല്ലോ? ഒന്ന് ഏരിയ ഓഫ് പ്ലേറ്റ്, 2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ, 3 സൈസ് ഓഫ് സെൽ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇപ്പോഴത്തെ നീറ്റ് എളുപ്പമാണ് ആൻഡ് ബട്ട് ഇസ് കോമ്പറ്റേറ്റീവ്. ഡെഫിനറ്റ്ലി ഇടാം. നമുക്ക് എന്തെങ്കിലും ഒരു എളുപ്പമായിട്ടുള്ള സാധനം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് കംസ് വിത്ത് എ പ്രൈസ് അല്ലേ? സോ അത് നമ്മൾ പ്രൈസ് പേ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. എന്താണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്? ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലേ? സോ അതിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റ് അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കും. അത് റെസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദി ഇലക്ട്രോലൈറ്റ് ഇൻസൈഡ് ദി സെൽ ഓർ ദി ബാറ്ററി ഇസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. അങ്ങനെയാണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്ത കാര്യം പറയാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് അത് കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. സ്മോൾ ലെറ്റർ ആർ വെച്ചാൽ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏരിയ ഡിപ്ഡ് ഇൻ ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ്. അതായത് ആ ഇലക്ട്രോഡ് എത്രത്തോളം മുക്കി വെച്ചിട്ടുണ്ട് ആർ വിൽ ഡിക്രീസ്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ്, അപ്പോഴും ആർ ഇൻക്രീസസ്. ലാസ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, അപ്പോൾ ആർ ഡിക്രീസസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ് ഇൻക്രീസസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഏരിയ ഡിപ്ഡ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഈ 4 പോയിന്റ് ഓർത്തിരിക്കാം. അടുത്തതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇതിന് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പറഞ്ഞാൽ കറണ്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്തു, ആ ഒരു ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, അതാണ് ഐ ആർ അല്ലേ. ആ കറണ്ട് ഐ ആണെങ്കിൽ ആ ഐ ആറിനെ ടോട്ടൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ന് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതന്നെ സെല്ല് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, സെല്ല് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ ആയിരിക്കും, ഓർ ഇ ഈസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ ആർ. അപ്പോൾ ഇങ്ങനെയാണ് വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നാണ് വരിക കേട്ടോ. സോ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഇ മൈനസ് ഐ ആർ, അതായത് ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ കുറച്ചിട്ട് വേണം നിങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സെല്ല് ചാർജ് ആവുകയാണെന്ന് വിചാരിക്കുക, സെല്ല് ചാർജ് ആവുമ്പോൾ എന്ത് പറ്റും? ഐ ഈസ് ഈക്വൽ ടു വി മൈനസ് ഇ ബൈ ആർ, ഓർ വി ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ. ശ്രദ്ധിക്കുക, സെല്ല് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇ മൈനസ് ഐ ആർ ആണ്, പക്ഷെ സെല്ല് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇ പ്ലസ് ഐ ആർ ആണ്. നോട്ട് ദി ഡിഫറൻസ് കേട്ടോ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇ മൈനസ് ഐ ആർ, ചാർജ് ചെയ്യുമ്പോൾ ഇ പ്ലസ് ഐ ആർ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത്, സെല്ല് ഒരു ഓപ്പൺ സർക്യൂട്ടിലാണ്. ദിസ് ഇസ് എൻ ഓപ്പൺ സർക്യൂട്ടോ. സെല്ല് ഇങ്ങനെ ഇങ്ങനെ, അതായത് ഓപ്പൺ ആയി കിടക്കുകയാണ് സർക്യൂട്ട്. അങ്ങനെ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് അല്ലേ, കാരണം ഇതിലൂടെ കറണ്ടിന് പോകാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണെങ്കിൽ അതൊന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഈക്വൽ ടു ഐ ആർ ആയിരിക്കും. ഓക്കെ ആണ്. ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞാൽ ജസ്റ്റ് കണക്ട് ചെയ്യാം കണ്ടോ, ഇങ്ങനെയാവുക. അപ്പോൾ എന്ത് പറ്റും? ആകെ ഡ്രോപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? അതിനുള്ളിലുള്ള ആ ഒരു ചെറിയ റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. ഓക്കെ ആണല്ലോ, അത് നിങ്ങൾ ആലോചിച്ചിരിക്കാം. ഇനിയുള്ളത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് കേട്ടോ. കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. ഞാൻ ഒരു നീഡ് ടു നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാണ്ട്. സോ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് സെൽസും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ്, ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് പറയാനുണ്ട്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണ്? ഒന്ന് നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് ദ സെൽസ്. സീരീസ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഐ ഈസ് ഈക്വൽ ടു ഇ നെറ്റ് ബൈ ആർ നെറ്റ് പ്ലസ് ആർ, ഓർ ഐ ഈസ് ഈക്വൽ ടു എൻ ഇ ബൈ എൻ ആർ പ്ലസ് ആർ. ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. വേർ എൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ്, കണ്ടോ എൻ സെൽസ് ഉണ്ടാവും, ആൻഡ് ആർ ഇസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ, ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ആർ ഇസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ഇ ബൈ എം ആർ പ്ലസ് ആർ. മക്കളെ ഇതിലൊന്നും സാറിന് ഒരു കൺസെപ്റ്റ് പോലെ പറയാനാണെങ്കിൽ ഡിറൈവ് ചെയ്യാനാണ്, അതൊന്നും ചെയ്യാൻ സമയമല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എം ഇ ബൈ എം ആർ പ്ലസ് ആർ, അതാണ് വരിക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി മിക്സ്ഡ് കോമ്പിനേഷൻ, അതായത് വാട്ട് യു ആർ ഡൂയിങ് ഇസ് നമ്മൾ ഒരു റോല് എൻ സെൽസിന് സീരീസ് ആയി കൊടുത്തു, അങ്ങനത്തെ എം റോസ് കൊടുത്തു ആണല്ലോ. ഇതിലിപ്പോൾ ഓരോന്നിലും എൻ ഉണ്ട്, അതുപോലെ എം റോസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എൻ ഇ ബൈ ആർ പ്ലസ് എൻ ആർ ബൈ എം. മക്കളെ ഇതൊന്ന് പഠിക്കണം കേട്ടോ, പഠിക്കണം. ഇതൊക്കെ കുറച്ച് കാണാപ്പാടം പഠിക്കാനാണ് കാര്യമായിട്ട് തോന്നുന്നു. ജസ്റ്റ് അവർ ഡയറക്റ്റ് ചോദിക്കുക. ഓക്കെ ആണല്ലോ, ഡയറക്റ്റ് ചോദിക്കുക, ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. ഇനിയുള്ള ഭാഗമാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഓക്കെ ആണല്ലോ, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. അപ്പോൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യും. അപ്പോൾ ഒരു ആക്സലേഷൻ മൂവ് ചെയ്യുമ്പോൾ പരസ്പരം പോയി ഇടിക്കുമ്പോൾ അവരുടെ കുറച്ച് കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ആ ഹീറ്റ് എനർജിയാണ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിന് 4 ഫോമാണുള്ളത്. സാർ മൊത്തം ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. എന്തൊക്കെയാടാ? Q is equal to IRT, P into T, VIT, V square by R into T. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 ഫോംസ് എന്ന് പറയുന്നത്. Q is equal to I square RT, which is equal to P into T, is equal to VIT, is equal to V square by R into T. ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് കൺസൈസ് ആക്കി തരാനാണ് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം ഭയങ്കര എളുപ്പമാണ്, എല്ലാം കൺസൈസ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് വാട്ട് ഇസ് SI യൂണിറ്റ്? SI യൂണിറ്റ് ഇസ് ജൂൾ. ആൻഡ് വാട്ട് ഇസ് ദ പവർ? പറഞ്ഞടാ, പവർ എന്താണ്?
പവർ എന്ന് പറയുന്നത് വി ഐ ആണ്, അത് വി സ്ക്വയർ ബൈ ആർ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ബൈ ആർ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് വാട്ട് ഈസ് എസ് ഐ യൂണിറ്റ് ഓഫ് പവർ? എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. ഓക്കെ ആണല്ലോ, വാട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പവർ ട്രാൻസ്ഫേർഡ് ബൈ ടു ലോഡ് ബൈ സെൽ, അതായത് ഒരു സെല്ലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ആർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. റെസിസ്റ്റൻസ് ആർ കൊണ്ട ഇങ്ങനെ കൊടുത്ത് ഒരു റെസിസ്റ്റൻസ് ആർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്ര പവറാണ് കൊടുക്കുന്നത്, എത്ര പവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, എത്ര പവറാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ആർ ബൈ ആർ പ്ലസ് ആർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതിൽ ചോദിക്കും വാട്ട് ഈസ് എ മാക്സിമം പവർ ലോസ്. മാക്സിമം പവർ ലോസ് പി മാക്സ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 4r ഈസ് ഈക്വൽ ടു, ഓക്കെ ആണല്ലോ, ഇ സ്ക്വയർ ബൈ 4r. ഇതാണ് മാക്സിമം പവർ ലോസ്, പി മാക്സ് ഇസ് ഈക്വൽ ടു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനിയുള്ള കാര്യം, ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ് മക്കളെ, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, അതായത് നിങ്ങൾ ബൾബിന് എ ബൾബ് ഓഫ് പവർ P1 ആൻഡ് അനദർ ബൾബ് ഓഫ് പവർ P2 ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ ഇസ് P1 P2 ബൈ P1 പ്ലസ് P2, P1 P2 ബൈ P1 പ്ലസ് P2. ഓക്കെ ആണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രൈറ്റ്നസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പവർ. അതായത് ഇതിൽ നിങ്ങളോട് ചോദിക്കും, ഇത് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുകയാണ്. അപ്പം നിങ്ങളുടെ ഉത്തരം എന്താണ്? ഏത് ബൾബിനാണോ കൂടുതൽ പവർ ഉള്ളത് അതാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക. ഓക്കെ ആണല്ലോ. സോറി അങ്ങനെയല്ല, ഇവിടെ ആക്ച്വലി പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഒന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതാണ് ഇത് ബൾബ് ഓഫ് ലെസ്സർ വാട്ടേജ്, സോറി മക്കളെ, ലെസ്സർ വാട്ടേജ് ഷൈൻ മോർ, പറഞ്ഞ മാറിപ്പോയതാണ്. മാച്ചുകളി ഇതാണ് കാര്യം. നമ്മൾ സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് ബൾബിനാണോ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കുറവ് അതായിരിക്കും ഏറ്റവും നന്നായിട്ട് കത്തുക. ബൾബ് ഓഫ് ലെസ്സർ വോൾട്ടേജ് ഷൈൻ മോർ. എന്താണ്? ബൾബ് ഓഫ് ലെസ്സർ വോൾട്ടേജ് ഷൈൻ മോർ. ഓക്കെ ആണല്ലോ. സോ അതൊന്ന് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ടോട്ടൽ P1 പ്ലസ് P2 അങ്ങനെ ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇവിടെ നേരെ തിരിച്ചാണ്. ബൾബ് ഓഫ് ഗ്രേറ്റർ വാട്ടേജ് ഷൈൻ മോർ. പവർ ഓഫ് ബൾബ് ഓഫ് ഗ്രേറ്റർ അല്ലെങ്കിൽ മോർ വാട്ടേജ് വിൽ ഷൈൻ മോർ. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആൻഡ് വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ വിച്ച് ഇസ് മെഷറിംഗ് ഡിവൈസസ്. ഒരു 10 മിനിറ്റോടെ നമുക്ക് അതും കൂടെ തീർത്താൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. സർ കിർച്ചോഫ് ലൂപ്പ് റൂൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് EMI പറഞ്ഞു തരാമോ? ഡെഫിനറ്റ്ലി ശ്രുതി, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കേട്ടോ. സോ മെഷറിംഗ് ഡിവൈസസ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ഗാൽവനോമീറ്റർ. ഓക്കെ, ഗാൽവനോമീറ്റർ എന്താണ്? ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കറണ്ട് എന്താണ്, എത്ര കറണ്ട് ഉണ്ടെന്ന് അതിൻ്റെ ഒരു ടോട്ടൽ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ ആണല്ലോ. സോ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഷണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഷണ്ട്. അപ്പോൾ ഷണ്ടിൻ്റെ ഒരു യൂസസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂസ് ഓഫ് ഷണ്ട് എന്ന് NCERTയിൽ ചോദ്യം വരാം. കാരണം അത് NCERTയിലുണ്ട്. യൂസസ് ഓഫ് ഷണ്ട്. ഒന്നാമത്തത് പ്രൊട്ടക്റ്റ് ഗാൽവനോമീറ്റർ ഫ്രം ബേണിങ്. അതായത് ഗാൽവനോമീറ്റർ കത്തുന്നതിൽ നിന്ന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. നമ്മൾക്കറിയാം ഓവർ കറണ്ട് വരുമ്പോൾ ചിലപ്പോൾ കത്തിപ്പോവാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി രണ്ടാമത്തെ കാര്യം കൺവേർട്ടിംഗ് ടു അമ്മീറ്റർ. അതായത് ഒരു ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആക്കാം. അത് ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി നമ്മളൊരു ഷണ്ട് കണക്ട് ചെയ്യും. മൂന്നാമത്തത് റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ ഡിക്രീസസ് ബൈ പുട്ടിങ് ഷണ്ട്. അതായത് നമ്മളൊരു ഷണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് കറണ്ട്
വിൽ ബി മോർ അക്യുറേറ്റ്. എന്തൊക്കെയാടാ? ഒന്ന്, ഗാൽവോമീറ്ററിനെ ബേണിംഗ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യും, അമ്മീറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് പറ്റും? മോർ അക്യുറേറ്റ് കറണ്ട് ഒരു അമ്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് 3 പോയിന്റ് കേട്ടോ. ഓക്കെ, ഇനി ഡീമെറിറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഡീമെറിറ്റ് എന്താ? ഡീമെറിറ്റ് ഒരൊറ്റ ഡീമെറിറ്റാണ് NCERT പറയുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ. ഓക്കെ ആണല്ലോ. ഗാൽവനോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ കാരണക്കാരനാണ് ഒരു ഷണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ നിങ്ങൾക്കറിയാം. നമ്മളൊരു ലോ റെസിസ്റ്റൻസ് കേട്ടോ, ഒരു ലോ റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്കൊരു ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. I വരുന്നു, I - IG പോകുന്നു. സോ ഇതാണ് കാര്യം കേട്ടോ. RS is equal to IG into I. നിങ്ങളോട് ചോദിക്കും IG is the maximum current flowing through the ammeter കേട്ടോ. അപ്പോൾ ഒരു 5 ആംപിയർ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ RS equal to RG IG/I. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഗാൽവോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഹൈ റെസിസ്റ്റൻസിനെ അതിന് സീരീസ് ആക്കി കടത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഒരു ഗാൽവോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഒരു ഗാൽവോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതുകൂടെ ജസ്റ്റ് ആലോചിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇതാരാടാ പറഞ്ഞേ? ഇതാരാണ്? ക്രൂഡോക്ക് അല്ല, ഇൻസ്റ്റ ഐഡിയ ആണ്. ദാറ്റ് ഈസ് ബേസിക്കലി ദി വീറ്റ്സ്റ്റൺ കേട്ടോ. നിങ്ങൾ വീറ്റ്സ്റ്റൺ എന്ന് കേട്ടിട്ടില്ലേ? ആ ഗായാണ് ഈ ഗായ്. ഓക്കെ, വീറ്റ്സ്റ്റൺ. എന്താ വീറ്റ്സ്റ്റൺ പറഞ്ഞത്? പെട്ടെന്ന് പറയാം. വീറ്റ്സ്റ്റൺ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ? എന്താ വീറ്റ്സ്റ്റൺ പറഞ്ഞത്? ഒരു സർക്യൂട്ടിൽ P/R, അതായത് ഈ റെസിസ്റ്റർ ബൈ ഈ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു Q/S. ഓക്കെ ആണല്ലോ. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ P/Q is equal to R/S. P/Q is equal to R/S. ഏതാണെങ്കിലും കൂടുതൽ ബെറ്റർ P/Q എടുക്കുന്നതാണ്. സോ ഇഫ് P/Q is equal to R/S, അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും? P/Q to R/S ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഒഴുകില്ല. സോ അതിലൂടെ കറണ്ട് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ഷോസ് എ നൾ ഡിഫ്ലക്ഷൻ. അതാണ് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ. P/Q is equal to R/S. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് വൺ ഇസ് എ മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു അൺനോൺ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യാനാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിലിങ്ങനെ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 റെസിസ്റ്റൻസ് കണ്ടോ? അതുപോലെയാണ് ഇവിടെ കണ്ടോ? ഒരു റെസിസ്റ്റർ, 2 റെസിസ്റ്റർ, മൂന്നാമത്തെ റെസിസ്റ്റൻസ്, നാലാമത്തെ ബാക്കി റെസിസ്റ്റൻസ്. അപ്പോൾ ഇതെല്ലാം മീറ്റർ ബ്രിഡ്ജും ഇതെല്ലാം ഓൾ ആർ എസെൻഷ്യലി ബാലൻസിങ് കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഇവിടെ P/Q, അതായത് ഇവിടെ P എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇഫ് R is the resistance per unit length, ഓക്കെ ആണല്ലോ. ഒരു യൂണിറ്റ് ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ RL എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. സോ ഇത് ബൈ ഈ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ റെസിസ്റ്റൻസ് ബോക്സ് വെച്ചിട്ട് ഇത് ബൈ അൺനോൺ റെസിസ്റ്റൻസ് R/S. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. RL/R ഇൻറ്റു 100 - L ഈക്വൽ ടു R/S. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മീറ്റർ ബ്രിഡ്ജിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ജസ്റ്റ് ഓർത്തിരിക്കുക. ദിസ് ഈസ് ഫോർ മീറ്റർ ബ്രിഡ്ജ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാടാ? പൊട്ടൻഷ്യോമീറ്റർ ഇസ് ബേസിക്കലി ടു കമ്പയർ ദി, ഒന്നെങ്കിൽ നമുക്കതിനെ ഒരുപാട് യൂസ് ഉണ്ട്. നമുക്ക് ഒരു EMF കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, EMF കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇതാണൊരു പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അപ്ലിക്കേഷനാണ് പറയുന്നത്. ഒന്ന്, EMF ഓഫ് 2 സെൽസ് കമ്പയർ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. 2 സെൽസിൻ്റെ EMFനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇങ്ങനെ തരാം. ആദ്യത്തെ ഒരു എന്താണ് സർക്യൂട്ട്, ആദ്യം E1 വെച്ചിട്ട് യു ഗെറ്റ് എ ബാലൻസിങ് പോയിന്റ് അറ്റ് 15 സെൻറ്റിമീറ്റർ. E2 വയ്ക്കുമ്പോൾ യു ഗെറ്റ് അറ്റ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയെന്ന് ചോദിക്കാം? അപ്പോൾ 15/50. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ കേട്ടോ. സോ നിങ്ങൾ ആദ്യം E1 വെച്ച് ബാലൻസ് ചെയ്യുന്ന ലെങ്ത്ത് നോക്കുക, പിന്നെ E2 വെച്ച് ബാലൻസ് ചെയ്യുന്ന ലെങ്ത്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ റേഷ്യോ എടുക്കുക. E1/E2 is equal to L1/L2. ഓക്കെ ആണല്ലോ. ഫൈൻ. പിന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസോ കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം കണ്ടോ, ഇതിങ്ങനെ ആദ്യം നമ്മൾ ഈ ഒരു എന്താണ് റെസിസ്റ്റൻസ് ബോക്സ് ഇല്ലാണ്ട് നമ്മളൊരു ബാലൻസ് ലെങ്ത് എടുക്കും, അതാണ് L1. പിന്നെ ഈ റെസിസ്റ്റൻസ് ബോക്സ് കൂടെ ഓൺ ആക്കിയിട്ട് എടുക്കും, അതാണ് L2. ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാൻ പറയാം. നിങ്ങൾ അതൊന്ന് കാണണം കേട്ടോ.
അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്യുന്നത് ഒരുപാട് പറയാനുണ്ട് ഓരോന്നും വെച്ചിട്ട്, പക്ഷേ അത്രയും പറയാൻ ടൈമില്ല. അതുകൊണ്ടാണ് ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യം പറയുക. ഓക്കെ ആണല്ലോ? സോ അതവിടെ ഇരുന്നോട്ടെ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ് ഫോർ കമ്പയറിങ് കേട്ടോ. നമ്മൾ രണ്ടെണ്ണം ആദ്യം L1ൻ്റെ ബാലൻസിംഗ് ലെങ്ത് എടുക്കും, പിന്നെ L2ൻ്റെ എടുക്കും, ദെൻ വി വിൽ ജസ്റ്റ് കമ്പയർ. ഓക്കെ ആണല്ലോ? അതാണ് നടക്കുന്നത്. രണ്ട് റെസിസ്റ്റൻസസ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യും. ആദ്യത്തെ റെസിസ്റ്റൻസ് വെച്ചിട്ട് L1 എടുക്കും, രണ്ടാമത്തെ റെസിസ്റ്റൻസ് വെച്ച് L2 എടുക്കും. അങ്ങനെയാണെങ്കിൽ R2/R1 is equal to L2 minus L1/L1. ഓക്കെ ആണല്ലോ? ഇതാണ് രണ്ട് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി നീ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. എഗെയിൻ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് അണ്ടർസ്റ്റാൻഡ്. എഗെയിൻ ബാലൻസിംഗ് ലെങ്ത് എടുക്കും. ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവോമീറ്റർ കണക്ട് ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കറണ്ട് എടുക്കും, അതാണ് E0. അത് കഴിഞ്ഞിട്ട് അതാണ് L0, പിന്നെ നമ്മൾ ആ കറണ്ട് കൊടുക്കും, അപ്പോൾ L1 കിട്ടും. ഓക്കെ ആണല്ലോ? യാ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി തിയറി പാർട്ട്. നൗ വി ഹാവ് മൂവിങ് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ? ഒരു 9 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. യെസ്, നിയമ പറഞ്ഞ കറക്റ്റ് കേട്ടോ. പൊട്ടൻഷ്യോമീറ്റർ ഡ്രോസ് നോ കറണ്ട് ഫ്രം ദി വോൾട്ടേജ് സോഴ്സ് ബീയിങ് മെഷർഡ്. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളായി. നമുക്കൊരു 5-6 MCQ കൂടെ ചെയ്യാനുള്ളൂ. നിങ്ങൾ റെഡിയാണോ? നമുക്ക് അതും കൂടെ ചെയ്തിട്ട് അങ്ങ് നിർത്തിയാലോ? ഇരിക്കില്ല, 12:30 എന്താ ചെയ്യണ്ട? ആ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നിങ്ങൾ ഇരിക്കുമോ, അതോ ഷുഡ് ഐ സ്റ്റോപ്പ്? വാട്ട് ഡു യു വാണ്ട് ടു ഡു? പറഞ്ഞോ. ഇത് നിർത്തുകയാണെങ്കിൽ പിന്നെ ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ വല്ലതും അയച്ചു തരാനേ പറ്റുള്ളൂ. അതോ നിങ്ങൾ റെഡിയാണോ ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയാണെങ്കിൽ ഐ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ വിൽ ഹാപ്പിലി സ്റ്റോപ്പ് കേട്ടോ. ടൈം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്കിരിക്കാൻ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇരിക്കാൻ റെഡിയാണോ? ഇരിക്കും. ഓക്കെ. സോ ബാക്കി ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്ലീപ്പ്, നോ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് നോ കമ്പൽഷൻ, ബട്ട് ഇഫ് യു സെറ്റ് ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ വി ആർ ഗോയിങ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ ദ റീഡിങ്സ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റേഴ്സ് വിൽ ബി. അപ്പോൾ ഇവിടെ വാട്ട് ഹാപ്പൻഡ് ഇസ്, ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആദ്യത്തേൽ ഒരു 10 ഓം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ 2 10 ഓം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും പാരലൽ കണക്ഷനാണ് അല്ലേ? ഈ V1 പാരലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് 10 ഓമിന് 2 ഓർത്തും 10 കൊടുത്തിട്ടുള്ളത്, 2 ഓർത്തും 10 ഓമിന് അക്രോസ് ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തേൽ എത്രയാണോ ഡ്രോപ്പ് ചെയ്തത് അത്രയും തന്നെയായിരിക്കും രണ്ടാമത്തേലും ഡ്രോപ്പ് ചെയ്യുക. കാരണം കൊടുത്ത പൊട്ടൻഷ്യൽ സെയിം ആണ്, ഡ്രോപ്പ് ചെയ്യേണ്ട റെസിസ്റ്റൻസും സെയിം ആണ്. സോ V1 is equal to V2. ഓക്കെ ആണല്ലോ? അടുത്ത കാര്യം കറണ്ടിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കാം, കറണ്ട് ഇവിടെ വന്നു, ഇതിലൂടെ വന്ന് ഇതിലൂടെ പോയി. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്തി കറണ്ട്. ഇതിലെന്താ വെച്ചാൽ ഇതിൽ വോൾട്ട് മീറ്ററിലുള്ള വളരെ കുറച്ച് കറണ്ട് കയറുള്ളൂ. അപ്പോൾ കയറുന്ന I ഫുൾ ഇറങ്ങിപ്പോയി. ഇവിടെ എന്ത് പറ്റി? ഇവിടെ I എത്തി, ഇങ്ങോട്ട് I1 കയറി, ഇവിടെ I2 കയറി. രണ്ടും ജോയിൻ ചെയ്ത് ഇവിടെ I1 കയറി, I2 കയറി. ആ ടോട്ടൽ കറണ്ട് തന്നെ വരിക. ബേസിക്കലി മീൻസ് കയറിയ കറണ്ടൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ എത്ര കറണ്ടാണോ പുറത്തേക്ക് വരുന്നത് അതേ കറണ്ട് തന്നെ ഇതിലൂടെയും പുറത്തേക്ക് വരും. കാരണം V is equal to IR ആണ്. മനസ്സിലായല്ലോ? സോ അതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ. സോ എത്ര കറണ്ട് കയറി അത്രയും കിട്ടും. സോ ആൻസർ I1 is equal to I2. ദ ആൻസർ ഇസ് D. ഓക്കെ ആണല്ലോ? സോ അത് ആദ്യം പറഞ്ഞത് ഐഷ നസ്രീൻ ആണ്, പിന്നെ ആസിഫ് അഹമ്മദ്. ഓക്കെ ആണല്ലോ? ഫൈൻ. വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 6 similar bulbs are connected as shown in the figure with DC source of EMF E and 0 internal resistance. Okay. The ratio of power consumption by the bulbs when all are glowing in the situation when 2 from section A and 1 from section B are glowing. Okay. നമുക്ക് ആദ്യം പറഞ്ഞെന്താ അറിയാം, ഇത്ര ഒരു 6 ബൾബ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തിന് സെക്ഷൻ എ എന്നും ഈ ഭാഗത്തിന് സെക്ഷൻ ബി എന്നും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് എല്ലാം കത്തുന്നുണ്ടെങ്കിൽ എത്ര പവർ ഡിവൈഡഡ് ബൈ സെക്ഷൻ. ഓക്കെ. പിന്നുള്ളത് ഇതിലത്തെ 2 കത്തി, ഇതിലത്തെ 1 കത്തി. അങ്ങനെയാണെങ്കിലുള്ള പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വരാം, ശ്രദ്ധിക്കാം. ആദ്യം കേസ് 1 എടുക്കാം. കേസ് 1 എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. കേസ് 1 നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും പറഞ്ഞിടാം?
r/3 plus r/3 ആയിരിക്കും. ദാറ്റ് വിൽ ബി 2r/3. ഓക്കെ ആണല്ലോ, ഇറ്റ് വിൽ ബി r/3 കാരണം r. സോ ദിസ് ഇസ് r/3. ഇതിനോട് സീരീസ് ആണ്, ദിസ് ഇസ് സീരീസ് അല്ലേ, സീരീസ് ആണ് എന്ത് ഈ മൂന്നെണ്ണം. നിങ്ങൾക്ക് ഇതിങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഇപ്പോൾ ഇതിനെ റെസിസ്റ്റർ ആക്കി വരയ്ക്കുകയാണെങ്കിൽ 1 2 3 ഇതെല്ലാം കൂടെ പോയിട്ട് 1 2 3. സോ ഇതിനെ മൊത്തത്തിൽ r/3, ഇപ്പോൾ മൊത്തം 6 ആണെങ്കിൽ r/3 അല്ലേ. സോ r/3 പരസ്പരം എന്താണ്, സീരീസ് ആണ്. സോ ഇറ്റ് ഇസ് 2r/3. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ സപ്ലൈഡ്? സോ പവർ P ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു V²/R. സോ ദിസ് ഇസ് E²/2r/3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി വാട്ട് ഹാപ്പൻസ്, സോറി V²/R. സോ 2r/3. സോ E², 3E²/2r. ഓക്കെ ആണല്ലോ. അതാണ് ആദ്യത്തെ കേസിലെ പവർ. ഇനി രണ്ടാമത്തെ എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേല് 2 എണ്ണം, രണ്ടാമത്തേല് 1, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇവിടെ r/2 റെസിസ്റ്റൻസ് അല്ലേ, പ്ലസ് ഇവിടുത്തെ r. ഇപ്പം ഇവിടെ എത്രയാ, 3r/2 ആണ് റെസിസ്റ്റൻസ് ആണല്ലോ. ഇപ്പം ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് 3r/2 ആണ്. മനസ്സിലായോടാ? ഇവിടെ ഇപ്പോൾ ആദ്യത്തെ 2 എണ്ണം സീരീസ്, കാരണം ആദ്യത്തെ 2 എണ്ണം പാരൽ, കാരണം ആദ്യത്തെ 2 എണ്ണം പിന്നത്തെ 1 അതാണ് ചോദിക്കുന്നത് അല്ലേ. ആദ്യത്തെ 2 എണ്ണം പിന്നത്തെ 1 ആണ് ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് r/2 ആൻഡ് r/2 പ്ലസ് r അല്ലേ. സോ ഇറ്റ് ഈസ് 3r/2. ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് 3r/2. ഒരു സെക്കൻഡ്, 3r/2. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് വന്നു. അങ്ങനെയാണെങ്കിൽ അഗെയിൻ ഫൈൻഡ് ഔട്ട് ദി പവർ P ഈസ് ഈക്വൽ ടു E²/3r/2. സോ ദിസ് ഇസ് 2E²/3r. ഓക്കെ ആണല്ലോ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താ, ഈ റേഷ്യോ P1/P2 ആണ്. അത് 3r E²/2r ഹോൾ ഡിവൈഡ്സ് 2E²/3r. എല്ലാം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 3 3s are 9, 2 2s are 4. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് 9/4. ആൻസർ ഇസ് 9/4. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത ചോദ്യം, എ ഫിലമെന്റ് ബൾബ് റേറ്റിംഗ് തന്നിട്ടുണ്ട് 500 watt 100 volt is to be used in a 230 watt main supply. When resistance R is connected in series, it works perfectly and the bulb consumes 500 watt. The value of R is na ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം, what is the resistance of the bulb? It is V²/P. കാരണം നമുക്കറിയാം P is equal to V²/R അല്ലേ. P is equal to V²/R. So what happens? ഇവിടെ V² എന്ന് പറയുമ്പോൾ 100²/500. So the answer is 20 ohm. ഓക്കെ ആണല്ലോ, 20 ohm. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ ഇൻ ദ സർക്യൂട്ട്? പവർ ഓഫ് ദ ബൾബ് P is equal to VI. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് therefore I is equal to P/VB. Okay, so this is equal to 500/100 or this is 5 ampere. ഓക്കെ ആണല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് VR is equal to IR ആണ്. സോ this is equal to പറഞ്ഞേ 230 മെയിൻ സപ്ലൈ അല്ലേ, 230 മെയിൻ സപ്ലൈ. അതിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ബൈ ദി ബൾബ് എന്ന് പറയുന്നത് 100 ആണ്. 100 ഇൻറ്റു സോറി ദാറ്റ് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസിൽ, അതായത് ഇങ്ങനെയാണ് സർക്യൂട്ട് വരുന്നത്. ഓക്കെ, 230 വോട്ട് കൊടുത്തു. ഈ ബൾബ് ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് RB ആണ്. ദിസ് ഇസ് ദ റെസിസ്റ്റൻസ് R. നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് Rൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ അതായത് ഈ 230 വോട്ടിൽ 100 വാട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് RBക്ക് അക്രോസ് ആണ്, കാരണം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 230 - 100 അത്രയും വോൾട്ടേജ് ആണ് Rന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുക. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, അത് 5 ആംപിയർ ആണ് ഇൻറ്റു റെസിസ്റ്റൻസ്. ദർഫോർ R is equal to 130/5 which is 26 ohm. ഓക്കെ ആണല്ലോ, 26 ohm. ഓക്കെ, സോ ദി ആൻസർ ഇസ് C. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ആൻസർ ഇസ് C. We are moving into the next question. The current in the given circuit is, ശ്രദ്ധിച്ചേ, 6 + 6 12. അപ്പോൾ 12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/12 + 1/3 കണ്ടുപിടിക്കുക. അപ്പോൾ എന്തായി, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയി അല്ലേ. അപ്പോൾ 1 + 4/12 5/12. ഓക്കെ ആണല്ലോ, 5/12. വെയിറ്റ്,
So this is 6 plus 6 lakh. So what happens is, this is series, sorry, this is 12 ohm. So what happens is, what is the R equivalent? 12 into 3 by 12 plus 3. The resistance R1 R2 are connected in parallel. 1 by R is equal to 1 by R1 plus R1 R2. R1 R2 by R1 plus R2 ആണ് net effective resistance. Okay, so this is 12 into 3 by 12 plus 3. So that is 36 by 15 ohm. 36 by 15 ohm. Okay, അങ്ങനെയാണെങ്കിൽ I is equal to V by R. That is V എന്ന് പറയുന്നത് 4.8 അല്ലേ, 4.8 by 36 by 15 ചെയ്യുമ്പോൾ you get 2 ampere കേട്ടോ. ആൻസർ ഇസ് 2 ampere. ഞാൻ സ്പീഡ് പോകുന്നുണ്ട് അറിയാം, വേറൊന്നുമല്ല, ഒരു 15 minutes മുമ്പേക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പലതവണ പറഞ്ഞ സീരീസ് മെത്തേഡാണ് കേട്ടോ. കണ്ടോ, 3 + 3 6. അപ്പോൾ 6 ഇതിന് പാരലായി. അപ്പോൾ 6-ൻ്റെയും എന്താണ് ഇത് പാരലായി കഴിഞ്ഞാൽ 3 ആയി. സോ ഇവിടെ 3 ആയി, 3ഉം 3ഉം 6, 6-നും പാരലായി വീണ്ടും 3 ആയി. അപ്പോൾ 3 3, 3ഉം 3ഉം 6, 6-നും പാരലായാൽ 3 ആയി, 3 3 6, 6-നും 3നും പാരലായാൽ 1/6 plus 1/3. ഓക്കെ ആണല്ലോ. സോ വാട്ട് യു ഗെറ്റ് 2 plus 1/6, 3/6 or 2 ohm. ആൻസർ ഈസ് എ. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ റിഡക്ഷൻ പരിപാടി കേട്ടോ. രണ്ടെണ്ണം കൂട്ടുക, പാരലാക്കുക, കൂട്ടുക, പാരലാക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് 12th ക്വസ്റ്റ്യൻ. എഗെയിൻ ഇത് ഞാൻ പറഞ്ഞ അതേ പരിപാടിയാണ്. സി, ക്യാൻ യു സി എ സിമെട്രി ഇൻ ദിസ് പോയിന്റ് അല്ലേ? അപ്പം എന്ത് ചെയ്യാം, ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യാം. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഈ ലൈൻ ഇതിലൂടെ കട്ടായി പോകുന്നില്ല, ഈ റെസിസ്റ്ററിന് എടുത്ത് കളഞ്ഞൂടെ? പറ്റൂല. റെസിസ്റ്റർ എടുത്ത് കളയണം. റെസിസ്റ്റൻസ് ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം, അല്ലാണ്ട് ലോഞ്ചിറ്റ്യൂഡിലുള്ളത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൗ വിൽ ദ റെസിസ്റ്റർ ലുക്ക് ലൈക്ക്? 1 1 ഇങ്ങനെ ആയിരിക്കും ആ റെസിസ്റ്റർ ഉണ്ടാവുക കേട്ടോ. അതിനെടുത്ത് മാറ്റുക. ഓക്കെ, സോ 1 + 1 2 ohm. അപ്പോൾ 2ഉം 1ഉം കൂടെ പാരലൽ അല്ലേ? അപ്പോൾ 2 into 1/1 + 2, അപ്പോൾ 2/3. സോ ദിസ് വിൽ ബി 2/3. ഓക്കെ ആണല്ലോ, അത് കൊടുക്കുക. സോ ഇവിടെ 2/3 ആയി, ഇത് 1 ആയി, ഇത് 1 ആയി. അപ്പോൾ 2/3 + 1 + 1, അപ്പോൾ 2 + 2/3. അത് 2നോട് പാരലാണ്, അത് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ, നമ്മൾ ചെയ്ത അതേ പരിപാടിയാണ്. ആൻസർ സാർ പറഞ്ഞുതരാം. ആൻസർ 8/7 ആണ് കേട്ടോ. പറഞ്ഞത് മനസ്സിലായല്ലോ? ആൻസർ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടുക, 2 ohm. ഈ 2 ohമും ഈ 1 ohമും പരസ്പരം പാരലാണ്, അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കംപ്ലീറ്റ് റെസിസ്റ്റൻസ് ഈ 1 ohm 1 ohm 1 ohമായിട്ട് സീരീസിലാണ്. ആ മൊത്തം റെസിസ്റ്റൻസ് ഈ 1 + 1 2 ohമായിട്ട് പാരലാണ്. അത് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് ഡി കേട്ടോ. അടുത്തത് ഇനി അടുത്തത് പറഞ്ഞത് കിർച്ചോഫ് ലോന്റെ അപ്ലിക്കേഷനാണ്. ശ്രദ്ധിക്കാം. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് VAB പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാം. ആ ഡയറക്ഷനിൽ പോകുന്ന എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, സോ ഇവിടുന്ന് ചൂസ് ചെയ്യുമ്പോൾ ഹിയർ VA പോസിറ്റീവാണ് ആൻഡ് VA, സോ VAB എന്ന് പറഞ്ഞാൽ VA - VB ആണ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യം നിങ്ങൾ എത്തുന്നത് 2 ohമിൻ്റെയിലേക്കാണ് അല്ലേ? സോ ദാറ്റ് ഈസ് I into R. അതല്ലേ പറയുന്നത്, സിഗ്മ ഇസ് ഈക്വൽ ടു IR. സോ 2 into 2 ohമിലൂടെ 2 ampere കറണ്ട് പോകും. പ്ലസ് ഇനി മനസ്സിലാക്കേണ്ടത് 3 വോൾട്ടേജ്, അത് പ്ലസ് നിന്ന് മൈനസിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം. അല്ല, ഇത് നേരെ ഇങ്ങനെയാണ് ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾ -3 എന്ന് എടുക്കണം. മനസ്സിലായോ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ആ ബാറ്ററീനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ആദ്യം നിങ്ങൾ കാണുന്നത് ഏതാണോ അത്. നിങ്ങൾ ആദ്യം കാണുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, ആദ്യം കാണുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ട ഏതാ? പോസിറ്റീവ്. അപ്പോൾ +3 ആണ്. ഇൻറ്റു എത്ര ബാറ്ററിൻ്റെ അകത്ത്? 1 പ്ലസ് ഓക്കെ, പ്ലസ് 1 3 മതി, +1 into 2. So this is 4 + 3 + 2. This is 9. Okay ആണല്ലോ. So this is basically 9 volt. Answer is 9 volt. Okay ആണല്ലോ. അടുത്തത് മക്കളെ, ഈ സാധനം എന്താ അറിയോടാ, ഇത് നിങ്ങളെ ഇതിനെ ഇങ്ങോട്ട് മറച്ചു വെച്ചേ, ഇതിനെ ഇങ്ങോട്ട് മറച്ചു വെച്ചാൽ ഇങ്ങനെ കിട്ടാം അല്ലേ? ഈ ഏനെ പിടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വയ്ക്കാം.
അപ്പോൾ ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജാണ് കിട്ടുക. മനസ്സിലായോ? ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജാണ് കിട്ടുക. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജാണ് കിട്ടുന്നതെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലെ കറണ്ട് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണെങ്കിൽ എത്ര കിട്ടുക? അതിൻ്റെ ദാറ്റ് വിൽ ബി V/2R കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഡെറിവേഷനുള്ള കാര്യമാണ്. ഇഫ് ഇറ്റ്സ് എ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ദ കറണ്ട് ഫ്ലോയിങ് വിൽ ബി V/2R. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ suppose two cells of a potentiometer 100 cm long and constant potential difference is maintained across it. Two cells are connected in series to support one another and then in opposite direction. അപ്പോൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, അപ്പോൾ 2 EMF ആഡ് ആയി. ഓക്കെ ആണല്ലോ? ആ സമയത്ത് ഓക്കെ ബാലൻസിങ് പോയിന്റ് 50 സെൻറ്റിമീറ്ററിലാണ് കിട്ടിയത്. സോ 50 × K. ഓക്കെ ആണല്ലോ? അതുപോലെ ഓപ്പോസിറ്റ് കണക്ട് ചെയ്തപ്പോൾ 10 സെൻറ്റിമീറ്ററിലാണ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് 10 × K. ഓക്കെ ആണല്ലോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് കൂട്ടുക. അപ്പോൾ 2E1 is equal to 60K എന്ന് കിട്ടി, ഓർ E1 is equal to 30K എന്ന് കിട്ടി. Therefore E2 equal to എത്രയാടാ പറഞ്ഞേ? E2 is equal to 50K minus 30K which is equal to 20K, or E1/E2 is equal to 30/20 or 3/2. ഓക്കെ ആണല്ലോ? 3/2. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? 3/2 50 minus 30. ഓക്കെ ആണല്ലോ? ജസ്റ്റ് നമ്മളത് ഇത് കമ്പയർ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് 2 hours 20 minutes 22 minutes officially. So thank you so much for having this much of time. 45 വരെ ഇപ്പോൾ ഓൺലൈൻ ഉണ്ട്. ഐ എം ലൈക്ക് സോ ഹാപ്പി. എനിക്കറിയില്ല ഹൗ മച്ച് ഹാപ്പി ഐ എം. ആൻഡ് മക്കളെ, യു ഗൈസ് ആർ ടോട്ടലി ഓസം. ഓക്കെ ആണല്ലോ? ഇനി ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞ് കാണുന്നവരുണ്ടെങ്കിൽ യു ഗൈസ് ആർ മിസ്സിങ് ഇറ്റ്. കാരണം രാത്രി 12:30-ക്കും now it's 12:45 രാത്രി 12:30 പോലും there are students who is sitting and listening to the class. You guys are the real winners. Okay, so you guys are the real winners. So just thank you for having me here. Thank you for joining here. Okay anlo? So you guys means a lot. Okay anlo? So you guys means a lot. So അത്രയും കാര്യങ്ങളാണുള്ളത്. So this is my, ഞാൻ പറയുന്ന പോലെ, if anybody needs to talk to me you can contact me over here. പിന്നെ there is a small thing. So this is the Combi room winner കേട്ടോ. ലാസ്റ്റ് ദിവസത്തെ winner is സുഹാല ബഷീർ ആണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററത്തെ. സോ ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ് സുഹാല. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഓക്കെ ആണല്ലോ? സോ ഡെഫിനറ്റ്ലി ഇനി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇനി കുറച്ച് ബയോളജിയും കുറച്ച് ഫിസിക്സും കുറച്ച് കെമിസ്ട്രി ഒക്കെ മൂവ് ചെയ്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? സോ അൺടിൽ ദെൻ ഇറ്റ്സ് എ സ്മോൾ ബ്രേക്ക് ഓഫ് ഒരു അറ്റ്ലീസ്റ്റ് ഇന്ന് ഇപ്പോൾ എത്ര 11th, ഒരു 9 ഡേയ്സിൻ്റെ ബ്രേക്ക് മിനിമം ഉണ്ടാവും, ഒരു 10 ഡേയ്സിൻ്റെ ബ്രേക്ക് ഉണ്ടാവും. സോ അത് കഴിഞ്ഞ് വിൽ മീറ്റ്. ഓക്കെ ആണല്ലോ? സോ അൺടിൽ ദെൻ ബൈ. അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ദാറ്റ്സ് വാട്ട് സ്റ്റേസ് ദർ. ഇപ്പോൾ നിങ്ങൾ ലൈവിൽ ഇടുന്നുണ്ട്, ഐ നോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ബട്ട് ട്രൈ ഇൻക്ലൂഡിങ് സം കമൻറ്റ്സ് ഇൻ ദി കമൻറ്റ് ബോക്സ് ഓൾസോ. കാരണം ബാക്കി എല്ലാവരും എടുത്ത് നോക്കുമ്പോൾ ദേ ഹാവ് ടു നോ അല്ലേ, ബാക്കി കുട്ടികൾ കാണാൻ വരും ക്ലാസ്. ഓക്കെ, അപ്പോൾ അവർ കമൻറ്റ്സ് നോക്കിയിട്ടാണ് ക്ലാസ് കാണാൻ വരിക. സോ ഇഫ് യു പുട്ട് ലൈക്ക് ഗ്രേറ്റ്, നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ട് തോന്നുന്ന റിവ്യൂ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് സപ്പോർട്ട് ഫോർ മീ ആസ് എ ടീച്ചർ ഓൾസോ. കാരണം നിങ്ങളുടെ പോസിറ്റീവ് റിവ്യൂസ് ഈസ് വാട്ട് എൻഫോഴ്സ് മീ ടു ഡു മോർ തിങ്സ് അല്ലേ. സോ സി ഇറ്റ് വാസ് ലൈക്ക് മോർ ദാൻ ഒരു 8 hours ഒരു കാര്യമായിരുന്നു ഈ ഒരു എൻറ്റയർ സ്ലൈഡ്സ് ഉണ്ടാക്കുക, കമ്പൈൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സോ ഐ ജസ്റ്റ് ഹാവ് ടു നോ ഹൗ ഡു യു ഫീൽ ഫോർ ഓൾ ദീസ് വർക്ക്. വാസ് ഇറ്റ് പിന്നെ NCERT ഇരുന്ന് വായിക്കണം, അങ്ങനെ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര സ്ലൈഡ്സ് ഉണ്ട്, എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. So thank you for having me here. Have a great night. Have a sound sleep. We'll definitely catch some time soon. So okay anlo? So thank you so much, and please put your comments in the comment box. That will mean a lot to me. Okay, so that's all for the day. Thank you so much, and thank you for making my birthday much better and much beautiful with you guys. So it was a great session.